യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. വീഡിയോ കാണുന്നവർക്ക് സ്നേഹവന്ദനം. എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂട്ടുവേലക്കാരുടെയും ജോയ് തോമസിൻ്റെയും സ്നേഹവന്ദനം നിങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരികയാണ്. ഒരു ഫലിതം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാം. ഏത് ഫലിതം പറയണം? ഒരിക്കലൊരു മനുഷ്യൻ ഇങ്ങനെ റോഡിൽ കൂടെ പോവുക, ഒരു കാല് ഓടയിൽ മറ്റേ കാല് റോഡിൽ. അപ്പോൾ ഇങ്ങനെ മുടന്നു പോവുക. കാരണം ഒരു കാല് ഓടയിലാണ്, മറ്റേ കാല് റോഡിലാണ്. അപ്പോൾ ഇങ്ങനെ പോവുക. അപ്പം പുറകിൽ നിന്നൊരു പോലീസുകാരൻ കണ്ടു. ചെന്നം വെച്ച് പറഞ്ഞു, നില്ലടാ അവിടെ, നീ കുടിച്ച് പൂസായിരിക്കുക, അതുകൊണ്ടാണ് ഒരു കാല് ഓടയിലും മറ്റേ കാല് റോഡിലും, നില്ലടാ അവിടെ നിന്ന് ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവുക. അപ്പം അയാൾ ചോദിച്ചു, സാറേ സാറിന് ഉറപ്പാണോ ഞാൻ കള്ളു കുടിച്ച് പൂസായതാന്ന്? ആന്നു, എനിക്ക് നല്ല ഉറപ്പാണ് നീ കള്ളു കുടിച്ച് പൂസായതാ. അയാൾ പറഞ്ഞു, എൻ്റെ ഈശ്വര നിനക്ക് നന്ദി, ഞാൻ വിചാരിച്ചു ഞാൻ മുടന്തനായതാണെന്ന്. കള്ളു കുടിച്ച് പൂസായവനുണ്ടോ ബോധം? ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ മത്തനായിട്ട് നടക്കണം. ആത്മാവിൽ മത്തനായിട്ട് ഈ ലോകത്തിൻ്റെ മത്തായിരിക്കരുതോ. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം, ഒരു മൂലക്കല്ലായി തീരുവാൻ കഴിയും. പരാജിത അഗ്നിയുടെ ശുശ്രൂഷക്കാരനായി തീരാം. ദുഃഖപത്ര, നിനക്കൊരു മൂലക്കല്ലാകുവാൻ കഴിയും. എങ്ങനെ? എന്തിന്? എപ്രകാരം? ഏത് ശക്തിയാൽ മൂലക്കല്ലാകുവാൻ കഴിയും? സങ്കീർത്തനം 118 വേദപുസ്തകമുള്ളവർക്ക് എടുക്കാം. കയ്യിൽ പേന വേണം, നോട്ട്ബുക്ക് വേണം. എഴുതിയെടുക്കണം. 118 സങ്കീർത്തനം വേദപുസ്തകത്തിൻ്റെ മധ്യഭാഗത്തെ അധ്യായമാണ് ഇത്. അതർത്ഥം അറിഞ്ഞിരുന്നാട്ടെ. വേദപുസ്തകത്തിനകത്ത് സെൻട്രൽ ചാപ്റ്റർ, മധ്യഭാഗത്തുള്ള അധ്യായം. അതിനകത്തെ മധ്യഭാഗത്തുള്ള വാക്യം, വേദപുസ്തകത്തിനകത്തെ മധ്യഭാഗത്തുള്ള വാക്യം അതിൻ്റെ 8ാമത്തെ വാക്യമാണ്. ഞാൻ വായിക്കാം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. വേദപുസ്തകം എത്ര വലിയ കാര്യമായിട്ടാണ് ദൈവം എഴുതി വെച്ചിരിക്കുന്ന അറിയാമോ? ദൈവത്തിനറിയാമായിരുന്നു ഇതിൻ്റെ സെൻട്രൽ വാക്യം വരെ ഏതായിരിക്കണമെന്ന്. അതുകൊണ്ട് ഇതാ. പക്ഷേ എൻ്റെ വിഷയം അവിടെയല്ല. അത്രയും പറഞ്ഞു, മുഖവുരിയായിട്ട് ജനറൽ ഇൻഫർമേഷനായിട്ട് പറഞ്ഞു എന്ന് മാത്രം. 118 സങ്കീർത്തനം 22-23 വാക്യം. ചിലർ 118 അധ്യായം എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല. പറഞ്ഞു എന്ന് വിചാരിച്ചു തെറ്റൊന്നുമല്ല. എങ്കിലും സങ്കീർത്തനം എന്ന് പറയുന്നതാണ് നല്ല. അധ്യായമല്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ സങ്കീർത്തനം അധ്യായം എന്ന് പറയാം. ഞാൻ തെറ്റല്ല, എങ്കിലും കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ 118 സങ്കീർത്തനം അതിൻ്റെ 22-23 വാക്യമാണ് എൻ്റെ ഇന്നത്തെ മൂലവാക്യം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. തള്ളിക്കളഞ്ഞ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ, എവൻ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞ, എവന് നന്മ വരുത്തില്ലെന്ന് പറഞ്ഞ, എവിടെ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞ, എവക്കൊരു ഗതി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ കല്ല്, ചീങ്കല്ല്, പൊട്ടിപ്പോകുന്ന കല്ലിനെ മൂലക്കല്ലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. 5 പോയിന്റ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, എങ്ങനെ ഇതൊരു കല്ല്, സാധാരണ കല്ല്, തള്ളിക്കളഞ്ഞ കല്ല്, കാശിന് കൊള്ളാത്ത കല്ല് മൂലക്കല്ലായിത്തീരും. ഇതാ ശ്രദ്ധിച്ചു കേൾക്കുക. വീട് പണിയുന്നവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെയെങ്കിലും പണിതാൽ പോരാ, ഒരു ഉത്തരവാദിത്വമുണ്ട്. വീട് പണിയുന്നവർക്കുള്ള ഉത്തരവാദിത്വം മത്തായി എഴുതിയ സുവിശേഷം 7:24 മുതലുള്ള 27 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണാം. മത്തായി 7:24 മുതൽ 27 വരെ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ
വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യരുടെ തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. 2 പേര് വീട് പണിതു. ഒരാള് മണലിന്മേൽ, അയാളുടെ എളുപ്പമാങ്ങ് തോന്നുന്നു. വേറൊരാള് വലിയ ഒരു കല്ലിന്മേൽ, കല്ലുകളല്ല, കല്ലിന്മേൽ, പാറമേൽ. ഡൽഹിയിൽ ഞാൻ താമസിക്കുന്നത് സൗത്ത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ 4 എല്ലാ പട്ടണവും അങ്ങനെ 4 തിരിക്കാം: തെക്ക്, സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ബാക്കി 3 സ്ഥലത്തെയും പുരയിടത്തിന് ഒരടിക്ക്, ഒരു ചതുരശ്രീ അടിക്ക് 2000 രൂപയാണെങ്കിൽ സൗത്ത് ഡൽഹിയിലുള്ള പുരയിടത്തിന് 4000-ഓ 5000-ഓ 6000-ഓ രൂപയാണ് വില. എന്താ കാര്യം? എല്ലാം ഡൽഹിയല്ലേ. അപ്പുറത്തും ഇപ്പുറത്തുള്ള വ്യത്യാസമുള്ളൂ. ഒരൊറ്റ വ്യത്യാസം, സൗത്ത് ഡൽഹിയിലെ പുരയിടത്തിനകത്ത് മുഴുവൻ കല്ലാണ്, ബാക്കിയുള്ളതൊക്കെ സോഫ്റ്റ് സോയിലാണ്. കല്ലുള്ളിടത്ത് വില കൂടുതൽ, കല്ലിന്മേൽ പണിയണം. ഞാൻ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസത്തിൽ 2006 ഒക്ടോബർ മാസത്തിൽ ഞാൻ യെരുശലേമിലായിരുന്നു. നല്ലതാണ്, യെരുശലേമിൽ പോകാൻ സൗകര്യമുള്ളവർക്ക്, പണമുള്ളവർക്ക് ഒന്ന് പോകുന്നത് നല്ലതാണ്. അത്യാവശ്യമൊന്നുമില്ല, പോകുന്നത് നല്ലതാണ്. ഞാൻ ഒരു 15 ദിവസം, 3-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും കൂടെ 2 രൂപ തന്നതുകൊണ്ട് ഞാൻ 1 രൂപ പോലും ചിലവാക്കിയില്ല. 2 രൂപ തന്നതുകൊണ്ട് ഞങ്ങളവിടെ ചെന്നു. യേശു ജനിച്ച ബേത്ലഹേം, ആട്ടിടയന്മാർ കിടന്ന സ്ഥലം, ദൂതന്മാർ ആകാശത്തൂടെ വന്ന് ഗുഡ് ന്യൂസ് പ്രഖ്യാപിച്ച സ്ഥലം, അവിടെ മുതൽ യേശു നടന്നു പോയ സ്ഥലം, യേശു നടന്ന പാറകളുടെ പുറത്തൂടൊക്കെ ചെരിപ്പൂരിയും വെച്ച് വെറുംകാലിൽ നടക്കാൻ ഒരു ഭാഗ്യമൊക്കെ കർത്താവ് തന്നു. അത് കഴിഞ്ഞിട്ട് യേശുവിനെ ക്രൂശിച്ച സ്ഥലം, യേശുവിൻ്റെ ശരീരം വെച്ച കല്ലറ, അവിടെ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റ സ്ഥലം, അവിടെയൊക്കെ കണ്ടു. യേശു ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും. ചിലരൊക്കെ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്, മിസ്കോട്ടും ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയിട്ട് കാണിച്ചു. യേശു എവിടെ നിന്നാണ് പറഞ്ഞത്? ഒരു വലിയ പാറയുടെ, എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തെക്കാൾ വലിയ ഒരു പാറ, ഒരൊറ്റ പാറ, എ മാസീവ് റോക്ക്, അതിൻ്റെ അടുക്കൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്, ഈ പാറമേൽ. ഏത് പാറമേൽ? പത്രോസാകുന്ന പാറക്കല്ലിലല്ല, ഞാൻ മെശിഹയാണ്, ഞാൻ ദൈവപുത്രനാണെന്ന് നീ പറഞ്ഞ ഈ വലിയ വിശ്വാസ കല്ലിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ സഭയെ പണിയും. പത്രോസിൻ്റെ പുറത്ത് യേശു ക്രിസ്തു സഭ പണിതിരുന്നെങ്കിൽ പത്രോസ് ചത്തപ്പോൾ സഭയും ചാകണമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് സഭ പണിതിരിക്കുന്നിടത്തോളം ഒരു വിശ്വാസിയെങ്കിലും ലോകത്തിലുണ്ടെങ്കിൽ സഭ മരിക്കത്തില്ല. ആരും ഒരു സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാ നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഒരാള് മണലിൻ്റെ പുറത്ത്, ഒരാള് വലിയൊരു പാറയുടെ പുറത്ത്. വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. പാറയുടെ പുറത്ത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് പാറയാണ്, വേറൊരിടത്ത് മണൽ പറഞ്ഞിട്ടുണ്ട്, പോട്ടെ എങ്ങനെയാട്ടെ. പാറയുടെ പുറത്ത് വീട് പണിതവൻ്റെ പാറ അവിടെ നിന്നു. എന്നാൽ അപ്പുറത്ത് വേഗം പണിതുയർന്ന വേറൊരു വീട്, അത് മണലിന്മേലാണ് പണിതത്. അതിൻ്റെ മേൽ കാറ്റ് അടിച്ചു, പാറമേൽ മണൽമേൽ പണിതത്. അതിൻ്റെ ടെസ്റ്റ് വന്നപ്പോൾ ദൈവം അതിൻ്റെ അടിത്തറയെ പരീക്ഷിച്ചപ്പോൾ, ഇപ്പോൾ ശരിയായി, ദൈവം അതിൻ്റെ അടിത്തറയെ, അതിൻ്റെ ബലത്തെ പരിശോധിച്ചപ്പോൾ കല്ലിൻ്റെ പാറയുടെ പുറത്ത് പണിത കെട്ടിടം അവിടെ നിന്നു, മണലിന്മേൽ പണിത കെട്ടിടം താഴെ വീണു. അതിൻ്റെ വീഴ്ച വളരെ വലുതായിരുന്നു. കാറ്റ്, മഴ, പ്രളയം എന്ന് പറയുന്നത് വ്യതിയാനത്തെ കാണിക്കുന്നു, സമയത്തെ കാണിക്കുന്നു. ഒരു ടെസ്റ്റ് വരുമ്പോൾ മാത്രമേ, ഒരു പരീക്ഷ വരുമ്പം മാത്രമേ, ഒരു പരീക്ഷണം വരുമ്പം മാത്രമേ അതിൻ്റെ ബലം അറിയത്തുള്ളൂ. അതുവരെ കെട്ടിടം വലുതാണെന്ന് തോന്നാം. എന്നാൽ ഒരു പരീക്ഷണം വന്ന്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരീക്ഷണം വന്നു കഴിയുമ്പോൾ അറിയാം, ഈ വിശ്വാസത്തിൽ വാസ്തവത്തിൽ വിശ്വാസിയാണോ അതോ സാഹചര്യത്തിനനുസരിച്ച് ഒഴുകുകയായിരുന്നു. സമയം, പരീക്ഷണം ഒരാളിൻ്റെ ബലത്തെ കാണിക്കുന്നു.
ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അവിടെ കിടക്കും. മലന്നേ കിടക്കത്തുള്ളൂ, കമന്ന് കിടക്കത്തില്ല. അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടും, കാലും അനക്കി കയ്യും അനക്കി ഇങ്ങനെ കിടക്കും. വിശക്കുമ്പം കരയും, കരയുമ്പം പാല് വരും. ആ കുഞ്ഞൊന്നും ചെയ്യണ്ട, കരഞ്ഞാൽ മതി. എളുപ്പം അമ്മ പാലും കൊണ്ട് ചെല്ലും. അപ്പൻ വിളിക്കും, വടി ഓടി വാടി കൊച്ചു കരയുന്നു. കുഞ്ഞ് ജനിക്കുമ്പോൾ കരഞ്ഞാൽ മതി. എന്നാൽ 8-10 വയസ്സായി ആ കുഞ്ഞ് വിശക്കെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്ന് കരയാ, അമ്മ എന്താ പറയും, അടുക്കളോട്ട് ചെന്ന് അവിടെ പൊണ്ടറ അടുത്ത് പോയി കഴിക്കുക. അതേ കുഞ്ഞാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇനിയും പറയുന്ന കേട്ടാട്ടെ, അതിൻ്റെ ചുമതല വർദ്ധിച്ചു. നിന്റെ അടിത്തറ ഉറച്ചതാണെങ്കിൽ നീ ചുമതല ഏറ്റെടുക്കും. ഞാൻ ശ്രദ്ധിക്കും, ചിലർ സഭയിൽ വരും, എന്തോടുക്കും, ഒന്നും ചെയ്യത്തില്ല. 10 മണിക്ക് ആരാധനയാണെങ്കിൽ 11:15 കയറി വരും. കൈ പൊക്കാൻ പറഞ്ഞാൽ ഇച്ചിരിയും പൊക്കും. കൈ അടിക്കാൻ പറഞ്ഞാലും പരമൻ വെറ്റേ ചുണ്ണാമ്പ് വരട്ടുന്ന പോലെ ഇങ്ങനെ കൈ കൊട്ടും. സ്വോത്രകാഴ്ച ഇടാൻ പറഞ്ഞാലും ചില്ലറ തൊട്ട് തപ്പും. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞ, അങ്ങ് ദൂരെയുള്ളൊരു സഭയിലെ കാര്യം പറയാം. ഇങ്ങനെ ചില്ലറ തപ്പും. ഒരു ജോലിയും ചെയ്യത്തില്ല. ശ്രദ്ധിച്ചു കേൾക്കുക. സമയം കഴിയുമ്പോൾ, as the time will pass, your responsibility will increase. കൊച്ചു കുഞ്ഞ് കരയുമ്പോൾ പാല് വരുന്നു. 10 വയസ്സുള്ള കുഞ്ഞ് കരയുമ്പോൾ അമ്മ പറയും, അടുക്കളയിൽ ഇരിപ്പുണ്ട്, ഉണ്ണിയപ്പോ ഇരിപ്പുണ്ട്, പോയി എടുത്ത് കഴിക്കടാ. 20 വയസ്സുള്ള ഒരു ചെറുക്കനാന്ന് വിചാരിച്ചോ, അവനിരുന്ന് കരയ, എന്താടാ കരയുന്നത്, വിശക്കുന്നു, പോയി ജോലി ചെയ്യടാ, വല്ലതും സമ്പാദിച്ചോണ്ട് പോവാ. അതേ മകൻ 10 വയസ്സുള്ളപ്പോൾ അവൻ്റെ ചുമതല മാറി, 20 വയസ്സുള്ളപ്പോൾ ചുമതല മാറി. കാലം കഴിയുമ്പോൾ നിന്റെ ചുമതല മാറണം. ചുമതല മാറിക്കൊണ്ടേയിരിക്കും. ആ ചുമതല മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയണം. കാറ്റ്, പ്രളയം, മഴ ടൈമിനെ കാണിക്കുന്നു. ഇനി പറയുന്നത് കേട്ടാട്ടെ. അപ്പോൾ നിനക്കൊരു ചുമതലയുണ്ട്. സഭയിൽ നിനക്കൊരു ചുമതലയുണ്ട്. കൂട്ടായ്മയിൽ നിനക്കൊരു ചുമതലയുണ്ട്. നിന്റെ വീട്ടിൽ ഒരു ചുമതലയുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര, ജോലി ചെയ്യുന്നവനാണോ നീ? ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്തോന്നറിയാമോ? ഒത്തിരി ചെറുപ്പക്കാരും 10-20 വയസ്സായാലും ജോലി ചെയ്യാൻ പോകത്തില്ല, വീട്ടിൽ ഇരിക്കുക. അമ്മേ വല്ലതും താ. ഞാനൊരു വീട്ടിൽ ചെന്നു, പഠിത്തമുള്ള ഒരു വീട്ടിൽ 28 വയസ്സുള്ള ചെറുക്കൻ, ഒത്തിരി പഠിച്ച ഒരു ചെറുക്കൻ, ജോലിയും ചെയ്യാൻ പോകത്തില്ല, അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുക. ഇത്രയും മണ്ണുമുണ്ട്. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, ദൂരെയുള്ളൊരു കാര്യമാണ്. അവിടെ തന്നെ പറയാ, അമ്മേ ഒരു ഗ്ലാസ് വെള്ളം. അമ്മ വെള്ളം കൊണ്ട് കൊടുത്തു. അമ്മേ ഈ ഗ്ലാസ് പിടിച്ചോ. ജോലി ചെയ്യണം, ജോലി ചെയ്യണം. ചെറുപ്പക്കാരെ, ജോലി ചെയ്യണം. സമയം കഴിയുമ്പോൾ നിന്റെ ചുമതലകൾ വർദ്ധിക്കും. ഇന്നൊത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എന്നെ നീ അനുഗ്രഹിക്കണമേ. ദൈവം അനുഗ്രഹിച്ച് കഴിയുമ്പോൾ നീ കൂടുതൽ ഉത്സാഹിയായി മാറണം. സമയം കഴിയുമ്പോൾ നീ കൂടുതൽ പ്രവർത്തിക്കുന്നവനാകണം, കൂടുതൽ ഉത്സാഹിയായി തീരണം. എന്നാൽ ഇന്ന് പലരെയും അനുഗ്രഹം ചീത്തയാക്കുന്നു. അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നാൽ അനുഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ എവിടെയൊക്കെയോ പൂപ്പല് പിടിച്ചു, എവിടെയൊക്കെയോ ക്ലാവ് പിടിച്ചു, എവിടെയൊക്കെയോ ആത്മീയതയ്ക്ക് തടസ്സം വന്നിരിക്കുന്നു. ഇന്ന് കുടുംബ പ്രാർത്ഥനയില്ല, ഭാര്യയോട് സ്നേഹമില്ല, വീട്ടിൽ അപ്പനില്ല, വീട്ടിൽ അമ്മയില്ല. പരസ്ത്രീകളോടുകൂടെ ഒളിച്ചോടി പോകുന്നു, തെറ്റ് ചെയ്യുവാനായിട്ട് പോകുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്റെ അനുഗ്രഹം നിന്നെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകറ്റരുത്, അടുപ്പിക്കണം. ഇങ്ങനെ ഞാൻ എൻ്റെ ശൈശവത്തിൽ, ഞാൻ SSLCക്ക് പഠിക്കുന്ന കാലത്ത് ഒരു മർത്തോമായിലെ അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുന്ന കേട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, സൂര്യപ്രകാശം മെഴുകിനെ ഉരുക്കുന്നു, കളിമണ്ണിനെ ഉറപ്പിക്കുന്നു. ഒരേ സാധനമാണ്, എന്നാൽ 2 വസ്തുക്കളിൽ ഭിന്നമായിട്ടുള്ള ക്രിയകൾ ചെയ്തിരിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ്, അനുഗ്രഹം നിന്നെ ദൈവത്തോട് അടുപ്പിക്കുമോ അതോ ദൈവത്തിൽ നിന്ന് അകറ്റുമോ? ദൈവം നിന്റെ കടഭാരം മാറ്റി തന്നാൽ, ദൈവം നിന്റെ ദുഃഖത്തിൽ നിനക്ക് വിടുതൽ തന്നാൽ, ദൈവം നിന്റെ വേദനയിൽ നിനക്ക് വിടുതൽ തന്നാൽ, ദൈവം നിനക്ക് സൗഖ്യം തന്നാൽ, അത് നിന്നെ ദൈവത്തോട് അടുപ്പിക്കുമോ ദൈവത്തിൽ നിന്ന് അകറ്റുമോ? ഞങ്ങൾ കാശ്മീരിലെ സുവിശേഷ വേലയ്ക്ക് പോയി. എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ ഒരു ശവമടക്കാരൻ, സ്നാനപ്പെടുത്തുന്നതിന് മുമ്പേ ശവമടക്കാരൻ, രക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടി മരിച്ചുപോയി. ഞാൻ അവിടെ ശവമടക്കാനായിട്ട് പോയി. സ്ത്രീകൾ വടക്കേ ഇന്ത്യയിൽ ശവക്കോട്ടയിൽ പോകാൻ പാടില്ലെന്നാണ്. എങ്കിലും ഞാൻ ലില്ലിയോടൊക്കെ പറഞ്ഞു, ലില്ലി അവരുടെ ഈ അന്ധവിശ്വാസത്തെയൊക്കെ നമുക്ക് തകർക്കാം, വന്നാട്ടെ. ഞാൻ ലില്ലിയും കൂടെ അവിടെ ചെന്നു.
അവർ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുക. കുഴി കുഴിച്ചത് ചെറുതായിപ്പോയി. ഞാൻ പറഞ്ഞു അവരാദ്യമായിട്ടല്ലേ, അവർ ക്രിസ്ത്യാനികളല്ല, അപ്പോൾ ആദ്യമായിട്ട് അവർ കുഴിയൊക്കെ കാണുന്നേ. പറഞ്ഞു കുറച്ചുകൂടെ കുഴിച്ചാട്ട് അല്ലെങ്കിൽ പട്ടി മാന്തും. അവർ കുഴി കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചോ, നിങ്ങളുടെ പേരാണോ PG വർഗീസ്? ആണോ. നിങ്ങൾ പ്രസംഗിക്കുന്നത് കർത്താവ് രോഗികളെ സൗഖ്യമാക്കും, ശരിയാണോ? ഞാൻ പറഞ്ഞു ശരിയാണ്. അയാൾ പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ജമ്മുവിൽ നിന്ന് വന്നതാണ്, ഇത് എൻ്റെ ബന്ധുവാണ് ഈ പെണ്ണിനെ കെട്ടിയത്, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദന, ഒന്ന് പ്രാർത്ഥിച്ച് സുഖമാക്കാമോ? ഞാൻ അവനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ പേരുകൊണ്ട് ക്രിസ്ത്യാനിയ, അകത്തേശുവില്ല എന്ന്. അവൻ്റെ ചെറിയും കണ്ണും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി. സിഗരറ്റിൻ്റെ കറ പിടിച്ച ചെറി, കള്ളിൻ്റെ കൊണ്ടിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കണ്ണിൻ്റെ പോളകൾ. അപ്പം ഞാനൊക്കെ ചോദ്യം ചോദിച്ചു, മാനസാന്തരപ്പെട്ടതാണോ? അവൻ ചിരിച്ചോണ്ട് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ചുമ്മാതിരി ഉപദേശി, എനിക്ക് വയസ്സ് 22 ആയുള്ളൂ, ഒന്ന് സുഖിച്ചിട്ട് മാനസാന്തരപ്പെടാം. ഞാൻ പറഞ്ഞു നീ പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ നിനക്കായിട്ട് പ്രാർത്ഥിക്കണം, കർത്താവ് നിന്നെ സുഖമാക്കണം, എന്നിട്ട് പോയി സുഖിക്കണം. അപ്പം നിന്റെ ആഗ്രഹം ഞാൻ നിന്നെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി സുഖിക്കാൻ വിടണമെന്നല്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാനൊരു അബദ്ധം കാണിച്ചു, ഒരു ഭോഷത്വം കാണിച്ചു. ഞാൻ പറഞ്ഞു മാനസാന്തരപ്പെടാമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല, പോകാം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ഇനി ഇപ്പോൾ മാനസാന്തരപ്പെടത്തില്ല, ഞാൻ ചെറുപ്പക്കാരനാണ്, കുറച്ചുകൂടെ സുഖിച്ചിട്ട് കുറച്ചുകൂടെ പ്രായമായിട്ട് ഞാൻ മാനസാന്തരപ്പെടാം. ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് പോയി, അവിടെ പിടഞ്ഞു വീണ് അവന് മരിച്ചുപോയി. ഞാൻ ചെയ്തൊരു ഭോഷത്വമായിപ്പോയി. ഞാൻ പ്രാർത്ഥിക്കേണ്ടതായിരുന്നു, ദൈവത്തിന് വിടേണ്ടതായിരുന്നു. പിന്നീട് ഞാൻ ഒരിക്കലും ആബദ്ധം കാണിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, കർത്താവ് നിന്നെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം, കർത്താവ് നിന്നെ സൗഖ്യമാക്കിയാൽ ആ സൗഖ്യം, കർത്താവ് നിന്റെ കടഭാരത്തിൽ നിന്ന് വിടുതൽ തന്നാൽ ആ വിടുതൽ നിന്നെ ദൈവത്തോട് അടുപ്പിക്കുമോ ദൈവത്തിൽ നിന്ന് അകറ്റുമോ? പണ്ടൊരു കഥ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും, പലരും കേട്ട് കാണും. പണ്ട് പറഞ്ഞതാ. പണ്ട് ഇടുക്കിയിൽ ഒരു അച്ചായൻ ഉണ്ടായിരുന്നു, ഒരു മിടുക്കനായ ഒരു അച്ചായൻ. പക്ഷേ അച്ചായൻ്റെ മിടുക്കെല്ലാം അങ്ങ് പോയി, കച്ചവടമാകെ പൊളിഞ്ഞു. മലഞ്ചരക്ക് കച്ചവടക്കാരനാ. അച്ചായൻ്റെ കച്ചവടമെല്ലാം പൊളിഞ്ഞു, വലിയ കടം കയറിയപ്പോൾ പിന്നെ ഒരു മാർഗമേ ഉള്ളൂ, എങ്ങനെങ്കിലും മാനസാന്തരപ്പെടുക. അച്ചായൻ അതുകൊണ്ട് കാരിസ്മാറ്റിക്കാരുടെ മീറ്റിങ്ങിനൊക്കെ വന്നു ഹല്ലേലൂയ പറയാൻ തുടങ്ങി. ദൈവം പാവമായതുകൊണ്ട് ഈ അച്ചായൻ്റെ കടഭാരത്തിൽ നിന്നൊരു വിടുതലൊക്കെ കൊടുത്തു. ഏലക്കായ്ക്ക് വിലയൊക്കെ കൂടി. അച്ചായൻ്റെ കടഭാരമൊക്കെ മാറിയപ്പോൾ പിന്നെ ആരാധനയ്ക്ക് വരുന്നത് അങ്ങ് നിന്നു. 1-2 വർഷം കഴിഞ്ഞു. പണമൊക്കെ കൂടി, കാറൊക്കെ ആയി, മോട്ടോർ സൈക്കിളായി, മക്കൾക്ക് വണ്ണം കൂടി, ഭാര്യയ്ക്ക് വണ്ണം കൂടി. അന്നേരം ആരാണ്ട് ചെന്ന് പറഞ്ഞു, പണ്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന വലിയൊരു ദൈവദാസൻ ഉണ്ടല്ലോ, അയാൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അച്ചായൻ വരണം, ഇല്ലെങ്കിൽ അച്ചായനെ കണ്ടില്ലെങ്കിൽ ചോദിച്ചാൽ നാണക്കേടല്ലയോ. അച്ചായൻ പറഞ്ഞു വന്നു കളയാം, 1-2 വർഷമായി കൂട്ടായ്മയ്ക്ക് പോയിട്ടൊന്ന് പോക്കളയാം. അച്ചായൻ അവിടെ ചെന്നു നിന്നപ്പോഴാണ് ആരാധനയുടെ വിധമൊക്കെ 2 വർഷം കൊണ്ടൊക്കെ മാറി. പണ്ട് ആളുകൾ ഇരുന്നുകൊണ്ട് കൈകൊട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആളുകൾ നിന്നുകൊണ്ടൊക്കെ കൈകൊട്ടാൻ തുടങ്ങി. പതുക്കെ ആളുകൾ നൃത്തമൊക്കെ ചെയ്യാം. അത് അച്ചായൻ കണ്ടില്ല. ഈ 2 വർഷത്തിനകത്തുണ്ടായ വ്യതിയാനം അച്ചായൻ കണ്ടില്ല. അച്ചായൻ അടുത്തോട്ടൊക്കെ നോക്കിയപ്പോഴും ആളുകളൊക്കെ ഇങ്ങനെ തുള്ളുന്നു. അച്ചായൻ വിചാരിച്ചു ഞാനും തുള്ളിയില്ലെങ്കിൽ എവർ വിചാരിക്കും ഞാൻ മാനസാന്തരപ്പെട്ടാണ്. അല്ലെന്ന് അവരറിയണ്ട, പിന്മാറ്റത്തിലാണെന്ന് അവരറിയണ്ട. അതുകൊണ്ട് അച്ചായനും പതുക്കെയൊക്കെ കാലുമൊക്കെ ഇങ്ങനെ തുള്ളിയൊക്കെ വെച്ച് നോക്കി, താളം ഒത്തില്ലേലും ഏതാണ്ടൊക്കെ ചെയ്തു. പെട്ടെന്ന് അച്ചായൻ്റെ മടിയിൽ നടന്ന സംഭവമാണ് കേട്ടോ. അച്ചായൻ്റെ മുണ്ടിൻ്റെ മടിയിൽ ഒരു പഴുത്ത പാക്ക ഒളിച്ചു വെച്ചിരുന്നു, വീട്ടിൽ ചെന്നിട്ട് തിന്നാനുള്ളത്. അച്ചായൻ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ പഴുക്ക താഴെ വീണു. അച്ചായൻ വിചാരിച്ചു ആരെങ്കിലും കാണുമോ. അച്ചായൻ മിടുക്കനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, മിടുക്കനായിരുന്നു. അച്ചായൻ കാലെടുത്ത് ആ പഴുക്കായുടെ പുറത്ത് വെച്ചോണ്ട് ഇടത്ത് കാലോട് തുള്ളി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരുടെ കഥയായത്? നിങ്ങളുടെയാണ്. അനുഗ്രഹം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുമോ അടുപ്പിക്കുമോ? ഒരിക്കലും ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവം പറഞ്ഞു എനിക്ക് നിന്നെ അനുഗ്രഹിപ്പാൻ സാധ്യമല്ല, കാരണം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു പോയാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടും. ചിന്തിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, നിന്റെ മക്കളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, നിന്റെ മകൾക്ക് MBBS അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ, നിന്റെ കടഭാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നിനക്ക് വീട് തന്നു കഴിഞ്ഞാൽ, നിന്റെ ഭക്തി കൂടുമോ? ദൈവത്തോട് ചേരുമോ? ചേർന്ന് നടക്കുമോ? 2 പേര് വീട് പണിതു. 1 പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ. 2 മണലിന്മേൽ പണിതു. മണലെന്ന് പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? ഒരു വലിയ പാറ പൊടിഞ്ഞ് നിങ്ങൾക്കറിയാം അല്ലേ? അതാണ് മണല്.
നല്ല മണല്, പാറ പൊടിഞ്ഞത്, അത് ആറ്റിപ്പോയി മണലെടുത്തുകൊണ്ട് വരുന്നത്. എന്താ കാര്യം? വലിയൊരു പാറ അങ്ങ് മുകളിൽ നിന്ന് ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് പൊടിഞ്ഞ് ചെറിയൊരു കല്ലായി കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മണലായിട്ട് മാറുന്നു. വലിയ ഒരു കല്ല് ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കുന്നു. എന്താണ് ചെറിയ ചെറിയ കഷ്ണങ്ങളെ കാണിക്കുന്നത്? എന്താണ് മണലിനെ കാണിക്കുന്നത്? ഇതാ എൻ്റെ ഒരു തർജിമ. മനുഷ്യരുടെ ഒപ്പീനിയൻ, മനുഷ്യരുടെ അഭിപ്രായം. എൻ്റെ ചോദ്യം, നീ നിൽക്കുന്നത് ക്രിസ്തുവിലാണോ അതോ മനുഷ്യരുടെ ഒപ്പീനിയനിലാണോ? മനുഷ്യന്റെ ഒപ്പീനിയൻ നിന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? കുറച്ച് കഴിയും. ശ്രദ്ധിച്ചു കേട്ടാട്ടെ, നീ പാറയുടെ പുറത്ത് നിന്നാൽ നിനക്ക് എത്ര നാൾ കഴിഞ്ഞാലും നിനക്ക് വ്യതിയാനം ഉണ്ടാവത്തില്ല. കാരണം നീ നിൽക്കുന്നത് പാറമേലാണ്. എന്നാൽ നീ മണലിൻ്റെ മേൽ നിന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകൾ ചിലത് കഴിയുമ്പോൾ നിന്റെ ഉയരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. മനുഷ്യരുടെ ഒപ്പീനിയന്റെ മേൽ നീ നിൽക്കാൻ ശ്രമിക്കാമെങ്കിൽ നിന്റെ ഉയരം കുറയും. എവിടെയാണ് നിൽക്കുന്നത്? മറ്റുള്ളവർ പറയുന്നത് കൊണ്ട്, മറ്റുള്ളവർ പറയുന്ന അഭിപ്രായത്തിന്റെ പുറത്താണോ നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ ജ്യേഷ്ഠൻ, നിന്റെ സഹോദരന്മാർ, നിന്റെ കൂട്ടുകാർ പറയുന്ന പബ്ലിക് ഒപ്പീനിയനിലാണോ നീ നിൽക്കുന്നത് അതോ ക്രിസ്തുവിലാണ്? PG വർഗീസ് പറയുന്നത് കൊണ്ടുമല്ല നീ നിൽക്കേണ്ടത്. വേദപുസ്തകപ്രകാരം ക്രിസ്തുവിൽ, ക്രിസ്തുവിന്റെ വചനത്തിൽ നിൽക്കണം. നീ പാറയിൽ നിന്നാൽ എന്ത് പറ്റും? മണലിൽ നിന്നാൽ കാറ്റ് വരും, മഴ വരും. ആ സമയത്ത് നിന്റെ ഉയരം കുറഞ്ഞു കുറഞ്ഞു പോകും. 1/2 ഇഞ്ചാകാം, കുറയും. എന്നാൽ നീ പാറയിൽ നിൽക്കുന്നു, കാറ്റ് വരും, മഴ വരും, പ്രളയം വരും. ആ സമയത്ത് പാറയെ കഴുകി ശുദ്ധിയാക്കി ഉറപ്പിക്കും. സമയം ഒന്നുകിൽ നിന്നെ ഉറപ്പിക്കും, അല്ലെങ്കിൽ നിന്നെ ഉലയ്ക്കും. സമയം നിന്നെ ഒന്നുകിൽ കുറച്ചുകൂടി ഉറച്ച പാറയിൽ നിൽക്കുവാൻ ഇടയാക്കി തീർക്കും, അല്ലെങ്കിൽ നീ പബ്ലിക് ഒപ്പീനിയനാണ് നോക്കുന്നതെങ്കിൽ നിന്റെ ഉയരം കുറഞ്ഞു വരും. എവിടെയാണ് നിന്റെ അടിസ്ഥാനം? നിന്റെ വിവാഹത്തിന്റെ അടിസ്ഥാനം, നിന്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനം, നിന്റെ ബിസിനസിന്റെ അടിസ്ഥാനം, നിന്റെ വീടിന്റെ, നിന്റെ വാഹനത്തിന്റെ കാലം മാറുമ്പോൾ കൊളാപ്സ് ആകുവാൻ, കാലം മാറുമ്പോൾ നിലം പരിചാകുവാൻ ഇടയാകാതെ ക്രിസ്തുവിൽ നിൽക്കുക. നിന്റെ കുടുംബജീവിതം, നിന്റെ ദാമ്പത്യ ജീവിതം, നിന്റെ ബിസിനസ്, നിന്റെ കൊടുക്കൽ വാങ്ങൽ ക്രിസ്തുവിൽ ആയിരിക്കട്ടെ. 2, ഇത് എന്തിനാണ് നീ പണിയുന്നത്? 1, എങ്ങനെ പണിയണം? ക്രിസ്തുവിൽ പണിയണം. 2, എന്തിന് പണിയണം? റോമർക്ക് എഴുതിയ ലേഖനം എടുത്താട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം എവിടെയാണെന്നറിയാം? റോമർക്ക് എഴുതിയ ലേഖനം ഉൽപ്പത്തി പുസ്തകം കഴിയുമ്പം കാണാം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21 മുതൽ 26 വരെ. 21 മുതൽ ഞാൻ വായിക്കാം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. വായിക്കാം, തുറന്ന് വായിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്നും നിർത്തിയിരിക്കുകയാണ്. ആർക്കൊക്കെ വേണമെങ്കിലും അവനെ സ്വീകരിക്കാം. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെയാ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്തിലോ അല്ല, വിശ്വാസ മാർഗത്തിലാത്രേ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിന് നമ്മെ പണിതിരിക്കുന്നു? എന്തിന് തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു? നമ്മെ നീതീകരിക്കുവാൻ. നീ നീതീകരിക്കപ്പെട്ടവനാണ്. നീ ക്രിസ്തുവിലായെങ്കിൽ, നീ ക്രിസ്തുവിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പെ നിന്നെ ദൈവം നീതീകരിച്ചിരിക്കുന്നു. മനുഷ്യർ നിന്നെ നീതീകരിച്ചില്ലെന്ന് വരാം. നിന്റെ ഭർത്താവ് നിന്നെ നോക്കി നീ പന്നപ്പെണ്ണാണെന്ന് പറഞ്ഞെന്ന് വരാം. നിന്റെ ഭാര്യ നിന്നെ നോക്കി എടോ ഭോഷ എന്ന് പറഞ്ഞെന്ന് വരാം. നിന്റെ അപ്പനും അമ്മയും നിന്നെ കളിയാക്കിയെന്ന് വരാം. നിന്റെ പാസ്റ്റർ പോലും നിന്നെ നിന്ദിച്ചെന്ന് വരാം. പക്ഷെ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിന്നെ നീതീകരിച്ചിരിക്കുന്നു. നെഞ്ചത്ത് കൈവച്ചാട്ടെ എല്ലാവരും. എന്നിട്ട് പറഞ്ഞാട്ടെ, ഞാൻ നീതീകരിക്കപ്പെട്ട ഒരു ദൈവവേദലാണ്. പറഞ്ഞാട്ടെ, ഞാൻ നീതീകരിക്കപ്പെട്ട ഒരു ദൈവവേദലാണ്. ഒന്നുകൂടെ പറഞ്ഞാട്ടെ,
ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ഒന്നുകൂടെ പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഞാൻ നീതീകരിക്കപ്പെട്ട ദൈവവേദനാണ്. മറന്നു പോകരുത്. നീ നീതീകരിക്കപ്പെട്ട ദൈവവേദനായിരിക്കുന്നു. എന്തിനാണ് ദൈവം, ആരാണിത് ചെയ്തത്? സർവശക്തിമാനായ ദൈവം. പക്ഷേ അത് നീ സൂക്ഷിക്കണം. എൻ്റെ വിഷയം അതാണ്. ദൈവം നിന്നെ നീതീകരിച്ചിരിക്കുന്നു, അതൊരു തുടക്കമാണ്. എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ നീ നിർബന്ധിതനാകണം. അത് സൂക്ഷിക്കുവാൻ, കാത്തു സൂക്ഷിക്കുവാൻ അത് ദൈവത്തിൻ്റെ ചുമതലയല്ല. നിന്നെ നീതീകരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ചുമതലയാണ്. എന്നാൽ അത് കാത്തു സൂക്ഷിക്കുവാനുള്ള ചുമതല നിന്റേതാണ്. എങ്ങനെയാണ് നാം നീതിമാനാവുന്നത്? ഒറ്റക്കാലിൽ നിൽക്കുമ്പോഴാണോ, ഉച്ചകുത്തി നിൽക്കുമ്പോഴാണോ, വെള്ളസാരി ഉടുക്കുമ്പോഴാണോ, ആഭരണം വലിച്ചു പറയിച്ച് കളയും? ഇതൊക്കെ വേണോ വേണ്ടയോ എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? വിശ്വാസത്താൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നീ പിതാവായ ദൈവം നിന്നെ നീതീകരിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ രക്തത്താൽ നിന്നെ നീതീകരിച്ചിരിക്കുന്നു. നിന്നെ സൗജന്യമായി നീതീകരിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം എന്റെയും നിന്റെയും നീതീകരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. എൻ്റെ ഒരു ചോദ്യം ഇതാണ്: നിന്നെ ദൈവം നീതീകരിച്ച ആ ദിവസത്തെ നീതിയിലാണോ ഇന്ന് നീ നടക്കുന്നത്? നിന്റെ നീതീകരണത്തിൽ പൂപ്പല് പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എവിടെയെങ്കിലും അതിൻ്റെ ആദ്യത്തെ ഗ്ലാമർ, ആദ്യത്തെ ദൈവസ്നേഹം വിട്ടുപോയോ? അഹങ്കാരം നിന്നിൽ വന്ന് പറഞ്ഞോ? ചോദിക്കാൻ പോവാ. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചില ചോദ്യങ്ങൾ എൻ്റെ മനസ്സിനകത്തുണ്ട്. നിന്റെ സൗന്ദര്യത്തിൻ്റെ അഹങ്കാരം. സൗന്ദര്യം കുറഞ്ഞവരെ കാണുമ്പോൾ വിചാരിക്കും, ഈ കറുത്ത പെണ്ണിനെ എന്തിനു കൊള്ളാം, എന്നെ നോക്കിയാട്ടെ, ഞാൻ വെളുത്ത സുന്ദരിയാണ്. പള്ളിക്കൂടത്തിൽ മാർക്ക് കുറച്ച് കിട്ടിയ കുഞ്ഞിനെ കാണുമ്പോൾ കൂടുതൽ കിട്ടിയവർക്ക് ഒരു പുച്ഛ മനോഭാവം. വലിയ വീട്ടിൽ താമസിക്കുന്നവർക്ക് ചെറ്റപ്പുരയിൽ താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിൽ പോകാൻ ഒരു നാണക്കേട്. ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. കുറെ ചോദ്യങ്ങൾ. അഹങ്കാരം നിനക്കുണ്ടോ? ജാതി ചിന്ത നിനക്കുണ്ടോ? സുറിയാനി, ക്രിസ്ത്യാനി, നാടാരും ഇവിടെ ആ പ്രശ്നമില്ല കേട്ടോ. കോഴിക്കോട്ടുണ്ട്, എനിക്കറിയാം. ജാതി ചിന്ത ഇന്ന് ഇന്ത്യയിലെ സഭയുടെ ഏറ്റവും വലിയ കളങ്കമാണ് ജാതി പ്രശ്നം. എങ്ങനെ ഇത് സഭയിൽ വന്നു എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയാമോ, മദ്രാസിലുള്ള 14 വീട്ടുകാർ, ക്രിസ്തീയ വീട്ടുകാർ മുസ്ലിങ്ങളായി. എന്താ കാര്യമെന്നറിയാമോ? അവരുടെ അപ്പൻ മരിച്ചപ്പം, ഈ 14 വീട്ടുകാരുടെ മൂപ്പൻ മരിച്ചപ്പോൾ, ക്രിസ്ത്യാനി, അവരെ കുഴിച്ചിടാൻ പള്ളി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പള്ളിക്കാർ പറഞ്ഞു, ഈ പള്ളിയുടെ അടുക്കലെങ്ങും കുഴിച്ചിടാനൊക്കത്തില്ല, ഇതൊക്കെ സുറിയാനി ക്രിസ്ത്യാനികൾക്കുള്ളതാ, നീ പുറജാതി അങ്ങ് പുറത്ത്. അവർ പറഞ്ഞു, ഇതിനേക്കാൾ നല്ലത് മുസ്ലിം മതമാണ്. അവർ മുസ്ലിങ്ങളായി. ക്യാൻ യു ബ്ലെയിം ദം? നോ. ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ്, ജാതി ചിന്ത, അഹങ്കാരം, പുച്ഛ മനോഭാവം. ഇന്ന് ഒത്തിരി ക്രിസ്ത്യാനികളും തിയേറ്റർ ഫേസുമായിട്ട് നടക്കുന്നവരാണ്. ഒത്തിരി ക്രിസ്ത്യാനികളും ആട്ടക്കാരൻ്റെ മുഖഭാവമായിട്ടാണ്. തിയേറ്റർ ഫേസ്, ആട്ടക്കാരൻ്റെ. എന്താണ്? പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ആട്ടക്കാരനെ കണ്ടിട്ടില്ല, അകത്തോട്ട് ചെല്ലുമ്പോൾ ദേഷ്യപ്പെടുന്നു. പ്ലാറ്റ്ഫോമിൽ വെച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മള് വെളിയിലോട്ട് ചെന്ന് കഴിയുമ്പം അതൊരു പുറജാതിയാ, നമ്മൾ സുറിയാനി ക്രിസ്ത്യാനിയാ. നമ്മുടെ വല്യപ്പച്ചൻ തോമാസ് ശ്ലീഹാ പണ്ട് വന്നപ്പോൾ നെരണത്ത് വെച്ച് കണ്ടു. ബ്രാഹ്മണനായിരുന്ന എൻ്റെ വല്യപ്പച്ചനെ തോമാസ് ശ്ലീഹാ സ്നാനപ്പെടുത്തി. അതുകൊണ്ട് ഞങ്ങളെല്ലാം ബ്രാഹ്മണന്റെ കുടുംബത്തിലുള്ളതാ. ശരിയായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും പൂണൂല് അടരെ കിടക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവത്തില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാവുമ്പം ചിരിക്കണം. ഏത് പൂണൂല്? തോമാസ് ശ്ലീഹാ നിരണത്തേത് ബ്രാഹ്മണനെ സ്നാനപ്പെടുത്തിയത്? ഇല്ല, സ്നാനപ്പെടുത്തിയില്ല. എനിക്കറിയാം തോമാസ് ശ്ലീഹാ ആരെ എവിടെ സ്നാനപ്പെടുത്തിയെന്ന് കുറച്ചൊക്കെ എനിക്കറിയാം. ഇന്ന് നമുക്ക് തിയേറ്റർ ഫേസ് ഉണ്ടോ? 2 മുഖഭാവം. പ്ലാറ്റ്ഫോമിൽ ഒരു മുഖഭാവം, ചർച്ചിൽ ഒരു മുഖഭാവം, വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊരു മുഖഭാവം. നാം ചർച്ചിൽ ഐക്യതയെ പറ്റി പറയുന്നു, പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ പിരിവ്. നീതീകരണത്തിൽ നാം വളരണം. നീതീകരണം നമ്മെ നയിക്കണം. നീതീകരണം നമ്മൾ തന്നത് നാം വളർത്തിയെടുക്കണം. ആളുകൾ എൻ്റെ ഒക്കെ ചോദിക്കും, വർഗീസ നീതിമാനെ നമുക്ക് ഇവിടെ കാണാം, പഴയ നിയമത്തിനകത്ത് കാണാം മോശ, അബ്രഹാം, നോഹ. പുതിയ നിയമത്തിനകത്ത് നമുക്ക് കാണാം യേശുവിൻ്റെ അമ്മ
യേശുവിൻ്റെ അമ്മയുടെ ഭർത്താവായിരുന്ന ജോസഫ്. ഇതേപോലെ വിശ്വസിച്ചാൽ എനിക്കും നിനക്കും ഒരു നീതിമാനായി ജീവിക്കുവാൻ കഴിയും. വീണ്ടും പറയുന്നു, നാമം വിശ്വസിച്ചാൽ, നാമം ശ്രമിച്ചാൽ ഇതേപോലെ ഒരു നീതിമാനായി, ഒരു മൂലക്കല്ലായി തീരുവാൻ കഴിയും. നാം നമ്മെ തന്നെ സമർപ്പിച്ചാൽ നാം നീതീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായി മാറണം. നീതീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായി തീരണം, ഒരു പണിക്കാരനായി തീരണം. പറയുന്നത് ശ്രദ്ധിക്കാൻ, നീ പണിയുകയാണ്, നിന്റെ വീടിനെ പണിയുകയാണ്, നിന്റെ മക്കളെ പണിയുകയാണ്, നിങ്ങളുടെ വിശ്വാസികളെ പണിയുകയാണ്. അറിഞ്ഞും അറിയാതെയും നീ പണിയുകയാണ്. അതുകൊണ്ട് കുഞ്ഞെ, നീതീകരണത്തിൽ ജീവിക്കുക, നീതീകരണത്തിൽ വളരുക. ക്രിസ്തു ആരംഭിച്ച പണി നീ പൂർത്തിയാക്കുക. 3, എങ്ങനെ പണിയണം? ദൈവം തന്നിരിക്കുന്ന ബ്ലൂ പ്രിന്റ് പ്രകാരം പണിയണം. ദൈവം കാണിച്ചിരിക്കുന്ന മാതൃക പ്രകാരം പണിയണം. മോശയ്ക്ക് ദൈവം ഒരു മാതൃക, ഒരു പാറ്റേൺ കാണിച്ചു കൊടുത്തു. അതേപോലെ മോശ ചെയ്തു. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ 9 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. 16 വാക്യങ്ങൾ എഴുതണമെന്നില്ല, വീട്ടിൽ പോയി നോക്കിയാൽ മതി. 16, 20, 21, 23, 25, 27, 29, 32 9 പ്രാവശ്യം അവിടെ എഴുതിയിരിക്കുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. നാം എങ്ങനെ പണിയണം? ദൈവം കാണിച്ചു തരുന്ന ബ്ലൂ പ്രിന്റ് പ്രകാരം, ദൈവം കാണിച്ചിരിക്കുന്ന പാറ്റേൺ പ്രകാരം, ദൈവം കാണിച്ചിരിക്കുന്ന മാതൃക പ്രകാരം പണിയണം. ചോദ്യം ചോദിക്കാൻ പോവാ, ദൈവം നിനക്കൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ടോ? എൻ്റെ ആദ്യകാലത്തോ ചിലരൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത പ്രകാരം വേദപുസ്തകം പറയുന്നു. എങ്ങനെ? 33-ാമത്തെ വാക്യം, ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. 34-ാമത്തെ വാക്യം, അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. എൻ്റെ അന്ന് ആളുകൾ എൻ്റെ ആദ്യകാലത്ത് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ഞാൻ രോമാഞ്ചം അണിഞ്ഞിട്ടുണ്ട്. എന്താണ് അവർ പറഞ്ഞതെന്നറിയാമോ? ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത അതേ മാതൃക പ്രകാരം മോശ തിരുനിവാസം പണിത് കഴിഞ്ഞപ്പോൾ, സമാഗമന കൂടാരം പണിത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ തിരുനിവാസം ഇറങ്ങി വന്നു. അതേപോലെയാണെങ്കിൽ നാമം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം പണി തീർക്കാമെങ്കിൽ ദൈവത്തിൻ്റെ തിരുനിവാസം ഇറങ്ങി വരും. ഞാൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പറയുന്നു തെറ്റ്. ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം മോശ പണിതു. ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക പ്രകാരം നീ പണിയണം. സഭയെ പണിയണം, നിന്റെ കൂട്ടായ്മയെ പണിയണം, നിന്റെ വീടിനെ പണിയണം, നിന്റെ ജോലിയെ, നിന്റെ ബിസിനസ്സിനെ പണിയണം. ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങിക്കണം. പറയട്ടെ, അതുകൊണ്ട് കൂടെപ്പിറപ്പേ, നീ സമയം വൃഥാവാക്കി കളയരുത്. ദൈവത്തിൽ നിന്ന് നിനക്കൊരു പാറ്റേൺ, ദൈവത്തിൽ നിന്നൊരു മാതൃക, ദൈവത്തിൽ നിന്നൊരു പ്ലാൻ നിനക്ക് കിട്ടിയില്ല എങ്കിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ എനിക്കൊരു കുടുംബം തന്നു, ഈ കുടുംബത്തെ ഞാൻ എന്ത് ചെയ്യണം? കർത്താവെ, ഞാൻ എവിടെ ആരാധിക്കണം? കർത്താവെ, എൻ്റെ മക്കളെ എങ്ങനെ വളർത്താം? ദൈവത്തോട് ചോദിക്കണം. ദൈവം കാരണം നിന്റെ ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. ആദ്യത്തെ കുഞ്ഞിനെ വളർത്തിയതുപോലെ നിനക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ വളർത്താൻ സാധ്യമല്ല. ആദ്യത്തെ കുഞ്ഞിൻ്റെ സ്വഭാവമേ അല്ല രണ്ടാമത്തെ കുഞ്ഞ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും ഒരു ബ്ലൂ പ്രിന്റ് ചോദിച്ചു വാങ്ങിക്കുക. ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ചോദിച്ചു വാങ്ങിക്കുക. അതനുസരിച്ച് പണിയുക. എന്തുകൊണ്ട് പണിയണം? 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 മുതലുള്ള 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. പല സാധനങ്ങളോട് നിനക്ക് പണിയുവാൻ കഴിയും. എങ്ങനെ പണിയുന്നു? ഒന്ന് സ്വർണം കൊണ്ട് പണിയാം, വെള്ളി കൊണ്ട് പണിയാം, തടി കൊണ്ട് പണിയാം, കരിയില കൊണ്ട് പണിയാം, കടലാസ് കൊണ്ട് പണിയാം. പക്ഷേ ഇത് പറയുന്നത് കേട്ടാട്ടെ, വില കുറഞ്ഞ സാധനങ്ങളോട് പണിതാൽ അതെല്ലാം ഈ ഭൂമിയിൽ വെച്ച് കത്തിപ്പോകും, സ്വർഗത്തിൽ കാണത്തില്ല. സ്വർഗത്തിൽ കാണണമെങ്കിൽ വില കുറഞ്ഞ, എളുപ്പമുള്ള, വേഗത്തിൽ തീരുന്ന പണി ചെയ്യരുത്. മണലിൽ പണിയരുത്, പാറയിൽ പണിയുക. അതിന് അധ്വാനം ആവശ്യമാണ്. പാറയിൽ പണിയാൻ കൈ നോവും, കയ്യിലൂടെ രക്തം ഒഴുകിയെന്ന് വരാം, നീ വിയർത്തെന്ന് വരാം. പക്ഷെ മണലിലെ പണി എളുപ്പമാണ്. എന്നാൽ എൻ്റെ കൂടപ്പിറപ്പേ, നിന്റെ കുടുംബജീവിതം, നിന്റെ ബിസിനസ്, നിന്റെ സുവിശേഷ പ്രവർത്തനം മണലിലാകരുത്, പാറയിൽ പണിയുക. വേഗത്തിൽ തീർക്കാനല്ല. വേറൊരാളിൻ്റെ വേല തകർത്തിട്ട് വിചാരിച്ചു ഇതൊരു സഭയാണ്, ഈ സഭയിലെ ഒരു വേലക്കാരന് വേണമെങ്കിൽ ഒരു എളുപ്പത്തിൽ ഒരു പണി നടത്താം. എങ്ങനെയാണെന്നറിയാമോ? പാസ്റ്റർക്കെതിരായിട്ട് അപ്പുറത്തൂടെയൊക്കെ ഒരു വേലയൊക്കെ ഇറക്കി കുറച്ച് പേരുടെ വീട്ടിലൊക്കെ പോയി, ഇപ്പം പാസ്റ്റർക്ക് പഴയതുപോലുള്ള ആത്മഭാരമൊന്നുമില്ല, പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ വരുമായിരുന്നു, ഇപ്പം വരത്തില്ല, എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, നമുക്ക് അങ്ങോട്ട് മാറി ആരാധിക്കാം.
വേലയിറക്കി വേണമെങ്കിൽ വേറെ അപ്പുറത്തോട്ട് മണലിൽ പണിയാം. ക്രിസ്തുവിലല്ല നീ പണിയുന്നത്. പറയുന്നു, ശ്രദ്ധിക്കുക. നിന്റെ കെട്ടിടത്തിന്റെ പണി തീർന്നോ എന്നുള്ളതല്ല പ്രശ്നം, അത് ക്രിസ്തുവിലാണോ? ക്രിസ്തു ഒരാളിന്റെ വേല തകർത്തിട്ട് ആളെയും കൊണ്ടുപോയി വേറൊരു സഭ പണിതാൽ, അഡ്രസ് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടൊരു വേറൊരു സംഘടന എടുത്താൽ, ചിലരുടെ സഭകളെല്ലാം കൂടി ഇങ്ങോട്ട് പിടിച്ചു മാറ്റി വേറൊരു സംഘടന തുടങ്ങിയാൽ, ഇവിടെ കാണും കണക്ക്. പക്ഷേ കടലാസ് കത്തുന്നത് പോലെ, തടി കത്തുന്നത് പോലെ, കരിയില കത്തുന്നത് പോലെ അതെല്ലാം ഇവിടെ നശിക്കും, സ്വർഗത്തിൽ കാണത്തില്ല. അതുകൊണ്ട് നീ നീതിയുള്ളവനായിരിക്കണം, നീ മൂലക്കല്ലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിന്നെ നീതീകരിച്ച് നിന്നെ മൂലക്കല്ലാക്കി തീർക്കും. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അതിരിമാന്തി പണിതാൽ അത് ക്രിസ്തുവിലുള്ള പണിയായി തീരത്തില്ല, അപ്പോസ്തലന്മാരുടെ പണിക്ക് മേലുള്ളതായി തീരത്തില്ല. ജ്യേഷ്ഠന്റെ സ്വത്ത് വലിച്ചെടുത്താൽ, മോഷ്ടിച്ച പണവും കൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ക്രിസ്തുവിന്റെ പണിയായി തീരത്തില്ല, ഇവിടെ നശിച്ചു പോകും. നിന്റെ ജീവിതത്തിന്റെ മൂലക്കല്ല് ക്രിസ്തു ആയിരിക്കട്ടെ, നിന്റെ സ്വത്തിന്റെ മൂലക്കല്ല് ക്രിസ്തു ആയിരിക്കട്ടെ, നിന്റെ പണത്തിന്റെ മൂലക്കല്ല് ക്രിസ്തു ആയിരിക്കട്ടെ, നിന്റെ ലോക്കൽ സഭയുടെ മൂലക്കല്ല് ക്രിസ്തു ആയിരിക്കട്ടെ, നിന്റെ വീടിന്റെ മൂലക്കല്ല് ക്രിസ്തു ആയിരിക്കട്ടെ, നിന്റെ ആരോഗ്യത്തിന്റെ മൂലക്കല്ല് ക്രിസ്തു ആയിരിക്കട്ടെ, നിന്റെ മൊത്തം ജീവിതത്തിന്റെ മൂലക്കല്ല് ക്രിസ്തു ആയിരിക്കട്ടെ. എനിക്ക് വളരെ സന്തോഷമുണ്ട്, അഹങ്കാരമില്ല, പ്രാഗൽഭ്യമുണ്ട്. ഞങ്ങളുടെ ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റുകൾ എത്ര സഭകളാണോ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചാർജ് കൊടുക്കുന്ന സമയത്ത് 3000-ത്തിലധികം സഭകൾ. ഒരൊറ്റ സഭ പോലും വേറൊരു സംഘടന എടുത്തിട്ടില്ല. വേദോസ്വം അറിയാവുന്നതുകൊണ്ടാണ്. ഒരൊറ്റ വേലക്കാരനെയും വേറൊരു സംഘടനയിൽ നിന്ന് എടുത്തിട്ടില്ല. വേദോസ്വം അറിയാവുന്നതുകൊണ്ട്. കാരണം ക്രിസ്തുവിൽ പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ ഞാൻ പണിയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ അവനെ മൂലക്കല്ലാക്കിയാൽ അവൻ നിന്നെ മൂലക്കല്ലാക്കി മാറ്റും. 4, ഇതെങ്ങനെ സാധിക്കും? ദൈവത്തിൻ്റെ അഭിഷേകത്താൽ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ സാധിക്കും. പറയുന്നു, ശ്രദ്ധിക്കുക. ദൈവം ഭസ്മമാക്കുന്ന തീയാണ്. അവൻ ഏലിയാവിന് തീയാൽ ഉത്തരമരളി. ഏലിയാവ് നിന്ന കർമ്മേൽ പർവ്വതത്തിൽ ഞാൻ പോയിരുന്നു, ഇസ്രായേലിലായിരിക്കുന്ന സമയത്ത്. ഏലിയാവ് നിന്നുകൊണ്ട് ആകാശത്തിൽ നിന്ന് തീ ഇറക്കുന്നതിന് മുമ്പ് അവൻ ആൾക്കാരുടെയൊക്കെ പറഞ്ഞു, ഇതാ യാഗപീഠത്തിന്മേൽ ഞാൻ കാളകളെ വെച്ചിരിക്കുന്നു, നിങ്ങൾ കാളയെ വെച്ചിരിക്കുന്നു, അതുകൊണ്ടൊരു കാര്യം ചെയ്താട്ട് നിങ്ങൾ വെള്ളം കോരി ഇതിൻ്റെ പുറത്തൊഴിച്ചാട്ട്. അപ്പം ഞാൻ എൻ്റെ ഗൈഡിൻ്റെയൊക്കെ ചോദിച്ചു, അവർ വെള്ളം എടുത്തുകൊണ്ട് പറഞ്ഞു അവിടെ തോണ്ടി. ഞാൻ പറഞ്ഞില്ല, ആ തോട്ടിൽ വെള്ളമില്ല, ദേശത്ത് വെള്ളമില്ലാതെ ഇരിക്കുന്ന സമയത്താണ്. അയാൾ പറഞ്ഞു അത് ശരിയാണ്. പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, യഹൂദനായ നമ്മുടെ ഗൈഡിൻ്റെ ഒക്കെ ചോദിക്കാം. അയാളൊക്കെ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ മറുപടി പറഞ്ഞുതരാം. ഞങ്ങൾ ഈ വലിയ കർമ്മേൽ പർവ്വതത്തിൽ എവിടെയായിരിക്കും ഏലിയാവ് നിന്നതെന്ന് ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ അന്വേഷിച്ചു, വേദപണ്ഡിതന്മാർ അന്വേഷിച്ചു, യഹൂദന്മാരായ പണ്ഡിതന്മാർ അന്വേഷിച്ചു വന്നപ്പോൾ അവരൊരു നീരുറവ് കണ്ടു. ഒരിക്കലും പറ്റാത്തൊരു നീരുറവ് കണ്ടു. അവർക്ക് മനസ്സിലായി ഏലിയാവ് പ്രാർത്ഥിച്ചത് ഇവിടെ ആയിരിക്കണം. കാരണം വെള്ളം കോരി ഒഴിക്കാൻ അവിടെ ഒരിക്കലും പറ്റാത്തൊരു നീരുറവ് ഉണ്ടായിരുന്നു. അത് ഒരു സൂചനയായിട്ട് തരികയാണ്. ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനൊക്കുമല്ലോ. ഏലിയാവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവന്റെ അഭിഷേകം നിമിത്തം അവന് തീയിലൂടെ സ്വർഗത്തിലെ ദൈവം ഉത്തരമരളി. തീയിലൂടെ ഉത്തരമരളിയ ദൈവം തീയുടെ രഥത്തിൽ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കൂടപ്പിറപ്പേ, ഈ ലോകത്തിൽ നീ ഒരു മൂലക്കല്ലായി ജീവിക്കണം. തീയുടെ അഭിഷേകത്തിൽ നീ ജീവിക്കണം. ഏലിയായുടെ യാഗപീഠത്തിലെ കാളകളെ ദൈവം ദഹിപ്പിച്ചു. ഏലിയ മൂലക്കല്ലായതിനാൽ മൂലക്കല്ലായ ദൈവം അവനെ അഗ്നിയിലൂടെ അവനെ സ്വാധീനിച്ചു. അഗ്നിയിലൂടെ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തീർന്നു. അതുകൊണ്ട് എൻ്റെ കൂടപ്പിറപ്പേ, സ്വർഗത്തിലെ ദൈവം എന്നെയും നിന്നെയും അഗ്നി കഷണങ്ങളാക്കും, അഗ്നി നാളങ്ങളാക്കും, അഗ്നി കട്ടയാക്കും. നിങ്ങൾ ഈ തീയുടെ അഭിഷേകം ചോദിച്ച് പ്രാർത്ഥിക്കണം. സാധാരണ വിശ്വാസിയായി ജീവിക്കാൻ ആഗ്രഹിക്കരുത്. കർത്താവേ, എന്നെ ഒരു തീ നാളമാക്കി മാറ്റണമേ. കർത്താവേ, എന്നെ ഒരു തീക്കട്ടയാക്കി മാറ്റണമേ. യേശുക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിലും തീയിനാലും അഭിഷേകം തരുന്നു. നീ ചോദിക്കാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പുത്രനായ യേശുവിലൂടെ നിനക്ക് തീയുടെ അഭിഷേകത്തെ തരും.
the fire. ഭർത്താക്കന്മാരെ, ഭാര്യമാരെ നോക്കി, വീടിനെ നോക്കി തീനാളങ്ങളെ എറിയണം, വാക്കുകളാൽ എറിയണം. ശാപത്തിന്റെ വാക്കുകളല്ല, അനുഗ്രഹത്തിന്റെ വാക്കുകൾ, അനുഗ്രഹത്തിന്റെ തീനാളങ്ങളുടെ വാക്കുകൾ പറയണം. മക്കളെ നോക്കി പറയണം, കാറിനെ നോക്കി പറയണം, വാഷിംഗ് മെഷീനെ നോക്കി പറയണം, അമ്മയെ നോക്കി പറയണം, അപ്പനെ നോക്കി പറയണം. അമ്മമാരെ, നിങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് അഗ്നിക്കഷണങ്ങളുടെ വാക്കുകൾ പറയുക. എൻ്റെ ഈ ആഹാരം, ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്ന എൻ്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും, ഞാൻ ഉണ്ടാക്കുന്ന ഈ ആഹാരം കഴിക്കുന്ന എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുക, ശാപത്തിന്റെ വാക്കുകൾ പറയരുത്. മക്കളെ, നിങ്ങളുടെ അപ്പന്മാരെ നോക്കി, അമ്മമാരെ നോക്കി അനുഗ്രഹത്തിന്റെ തീനാളങ്ങൾ എറിയുക. പിടിവാശി എടുക്കുകയല്ല, ശാപത്തിന്റെ വാക്കുകൾ പറയുകയല്ല, ഈ വീട് മുടിഞ്ഞു പോകട്ടെ എന്ന് പറയുകയല്ല, ഈ അപ്പനുണ്ടായതിനു ശേഷം എനിക്ക് ഗുണം വരുത്തില്ലെന്ന് പറയുന്നതല്ല. അങ്ങനെ പറയുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അല്ല, അനുഗ്രഹത്തിന്റെ വാചകങ്ങൾ പറയുക. അപ്പച്ചൻ്റെ ചെന്ന് പറയണം, അപ്പച്ച ഇന്ന് രാവിലെ ദൈവം സംസാരിച്ചു, എന്നോട് സംസാരിച്ചു. അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുക, ശാപത്തിന്റെ വാക്കുകൾ പറയരുത്. തീ കഷണങ്ങളാകുക, തീനാളങ്ങളാകുക. യേശു പരിശുദ്ധാത്മാവിലും അഗ്നിയാലും അഭിഷേകം തരുന്നവനാണ്. ചോദിക്കുന്നവർക്ക്, ആവശ്യപ്പെടുന്നവർക്ക്, അവന്റെ മുമ്പാകെ ഇരിക്കുന്നവരുടെ മേൽ ദൈവം തന്റെ തീനാളങ്ങളെ എറിയും. തള്ളിക്കളഞ്ഞ കല്ലുകൾ മൂലക്കല്ലായി തീരും. യേശു ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ 14:12. യേശു ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം വലിയ പ്രവൃത്തികൾ ചെയ്യും. പാസ്റ്റർമാർ ചെയ്യുമെന്നല്ല, ഉപദേശിമാർ ചെയ്യുമെന്നല്ല, എന്നിൽ വിശ്വസിക്കുന്നു നിങ്ങൾ, എന്നിൽ വിശ്വസിക്കുന്നു നിങ്ങൾ, എന്നിൽ വിശ്വസിക്കുന്നവർ നിങ്ങൾ, 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 നിങ്ങൾ. ഞാൻ എഴുതി വെച്ചതല്ല ഈ വാക്യം. തീനാളങ്ങളായി കഴിഞ്ഞാൽ, ബ്രദർ ദിനകരൻ ആരായിരുന്നറിയാം? ബൈബിൾ കോളേജിലെ ടീച്ചറൊന്നും അല്ലായിരുന്നു. ഓർഡിനേഷൻ കിട്ടിയ മനുഷ്യനെ അല്ലെന്നാണ് എൻ്റെ വിചാരം. പിന്നെ എവിടുന്ന് കിട്ടി? അദ്ദേഹം ബാങ്കില് ആലപ്പുഴയില് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നൊരു ദർശനം പ്രാപിച്ചു. കോയമ്പത്തൂർ വന്നിട്ട് ജോൺ ഓസ്റ്റിൻ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിച്ചു, ഇവിടെ കൺവെൻഷൻ കോയമ്പത്തൂരിൽ ആരാണ് ഇവിടെ പ്രസംഗിച്ചത്, അയാൾ താമസിക്കുന്ന ഹോട്ടൽ ഏതാണ്. ആ ഹോട്ടലിൽ ചെന്നിട്ട് ജോൺ ഓസ്റ്റിന്റെ മുമ്പാകെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളിലുള്ള ആ തീനാളം എനിക്ക് ആവശ്യമാണ്. ജോൺ ഓസ്റ്റിൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം അന്ന് പ്രാപിച്ച ആ തീനാളവുമായിട്ട് അന്ന് ലോകം മുഴുവൻ അദ്ദേഹം കയറി ഇറങ്ങി നടക്കുകയാണ്. എങ്ങനെ? ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിനാൽ. എനിക്ക് തീനാളം തരുവാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ തരുമായിരുന്നു. ഇല്ല, എനിക്കത് സാധ്യമല്ല. എന്നാൽ നിങ്ങൾ പ്രാപിക്കണം. തീ കൊണ്ടുള്ള അഭിഷേകം ദൈവമാണ് തരുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ എനിക്ക് തീനാളം തരണമേ, തീനാളത്തിന്റെ അനുഗ്രഹം തരണമേ. ഒരു തീനാളമായി മാറുക, ഒരു തീനാളമായി നടക്കുക, തീനാളത്തിന്റെ പ്രവൃത്തി ചെയ്യുക. പറയുന്നത് കേട്ടാട്ടെ, ഒരു മതത്തെ ആർക്കും പരിഹസിക്കാം, ഒരു സഭയെ, ലോക്കൽ സഭയെ ആർക്കും പരിഹരിക്കാം. പക്ഷേ അഗ്നിയുടെ അഭിഷേകത്തെ ആർക്കും ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ല. ആർക്കും. വീണ്ടും പറയണോ? വേണ്ട. ആർക്കും ആരാധനയെയും പരിഹസിക്കാം, വേദപുസ്തകത്തെ പരിഹസിക്കാം, ദൈവദാസന്മാരെ പരിഹസിക്കാം. പക്ഷേ അഗ്നിയുടെ അഭിഷേകത്തെ ആർക്കും പരിഹസിക്കാൻ സാധ്യമല്ല. കഥകൾ ഒത്തിരിയുണ്ട്, കഥകൾ പറയാൻ നേരമില്ല. അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. ഒരു അഗ്നിക്കട്ടയാകുക, ഒരു തീനാളമാകുക. ഒരു ഏലിയ ഒരു തീനാളമായി നിന്നതുപോലെ, ഏലിയ ഒരു തീനാളമായി പ്രാർത്ഥിച്ചതുപോലെ, ഏലിയ ഒരു തീനാളമായി കയറിപ്പോയതുപോലെ നിനക്കുമായി തീരാം. One man like an army. One man like an army. അവൻ ജീവിച്ചതൊരു പരാജയമായിട്ടല്ല. എല്ലാവരും നിരാശപ്പെട്ടിട്ടുണ്ട്, അവന് വേദന തോന്നിയിട്ടുണ്ട്, ചത്താമതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ ദൈവത്തിന്റെ ദാസനായി നിന്നപ്പോൾ രാജാവിനോടും രാജാവിന്റെ സൈന്യത്തോടും ധൈര്യത്തോട് നിന്നുകൊണ്ട് എന്റെ ദൈവം എന്ന് പറയുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. 850 മന്ത്രവാദികളുടെ മുമ്പാകെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എന്റെ ദൈവം. എങ്ങനെ? തീയുടെ അഭിഷേകത്താൽ. ഹല്ലേലൂയ. തീനാളമായി നിന്ന മനുഷ്യനെ സ്വർഗസ്ഥനായ ദൈവം തീ കൊണ്ടുള്ള കുതിരകളെ അയച്ചു, തീ കൊണ്ടുള്ള രഥത്തെ അയച്ചു. അവൻ ആ രഥത്തിൽ കയറി ആകാശത്തൂടെ പോവുകയാണ്. എത്ര സുന്ദരമായ ഒരു അനുഭവം. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, എലിയ ഇങ്ങനെ പോകുമ്പം പറഞ്ഞു കാണാം, ഇച്ചിരി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ ഒന്നുകൂടെ ഭൂമിയിലൊന്ന് കറങ്ങിക്കോട്ടെ, എന്നെ കളിയാക്ക കുറെ പേരുണ്ട്, അവരെന്നെ ഒന്നുകൂടെ കണ്ടോട്ടെ, പോകാം. തീനാളമായി ആകാശത്തിലൂടെ പറന്നു നടക്കാം, തീനാളമായി ഒരു അത്ഭുതമായി ഈ ലോകത്തിൽ ജീവിക്കാം. സാധാരണക്കാരനായി സാധാരണക്കാരിയായി ജീവിച്ചത് മതി.
തീനാളമായി ജീവിക്കുക. ഹല്ലേലൂയ. തീ വീഴണം. ദൈവം തീയിട്ടെങ്കിലേ ഒക്കത്തുള്ളൂ. PG വർഗീസിനോ ദിനകരനോ ബിജു ഫിലിപ്പിനോ ഈ തീ നിങ്ങൾക്ക് തരുവാൻ സാധ്യമല്ല. ചിലരുടെ പ്രാർത്ഥന കേട്ടാൽ, നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, ഇത് കേട്ടാൽ ദൈവം കേൾക്കത്തുപോലെ. ഞാൻ ഈ പറഞ്ഞത് ശാന്തമായ പ്രാർത്ഥന വേണ്ട എന്നല്ല. ഞാൻ ശാന്തമായ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു, നെടുവീർപ്പിൻ്റെ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു യഥാർത്ഥ പ്രാർത്ഥന, ഒരു തീയുടെ പ്രാർത്ഥന ഒരു വാർഫെയറാണ്, ഒരു യുദ്ധമാണ്. യുദ്ധം പതുക്കെയൊന്നുമല്ല. ഞാൻ ഇന്ന് വരെ ഒരു പട്ടാളക്കാരനും ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടില്ല. വാളുമൊക്കെ എടുത്തോണ്ട് യുദ്ധത്തിന് പോവുക ഇല്ല. എങ്ങനെയാണ് ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിൽ പോകുന്നത്? ചാർജ്, ചാർജ്, ചാർജ്. നിന്റെ പ്രാർത്ഥന ശത്രുവിനെ ഭയപ്പെടുത്തുന്നതാകട്ടെ. നിന്റെ പ്രാർത്ഥന ശത്രുവിന്റെ കോട്ടകളെ പൊട്ടിക്കുന്നതാകട്ടെ. നിന്റെ പ്രാർത്ഥന ശത്രുവിനെ ഓടിക്കുന്നതാകട്ടെ. ഹല്ലേലൂയ. ചിലർ പറയുന്നത് എന്താണെന്നറിയാം? വർഗീസ് പറയും, നീ പറഞ്ഞ ശരിയാ, ഞങ്ങളുടെ വീട്ടിൽ വരെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വീട്ടിനകത്തുള്ള പിശാചിനെയൊക്കെ ഒന്ന് പുറത്താക്കണം. മനസ്സില്ല, അല്ല മനസ്സില്ലെന്ന്. എൻ്റെ ജോലി എൻ്റെ വീട്ടിൽ വരുന്ന പിശാചിനെ പുറത്താക്കുകയാണ്. നിന്റെ വീട്ടിൽ വരുന്ന പിശാചിനെ പുറത്താക്കാനുള്ള ജോലി നിന്റേതാണ്, 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 നിന്റേതാണ്. ശബ്ദങ്ങൾക്കും സൗരവും നിന്റേതാണ്. You do it. തീയുടെ അഭിഷേകമായി നടന്നാൽ നിനക്കത് ചെയ്യാൻ കഴിയും. യാക്കോബക്കാരെ നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും. മർത്തോമക്കാരെ നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും. കത്തോലിക്കരെ നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും. പെന്തക്കോസ്തുകാരെ നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും. ബ്രദറുകാരെ നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയും. മാനസാന്തരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നീ തീനാളങ്ങളായാൽ നിനക്കത് ചെയ്യാൻ. നിർത്തട്ടെ, മനസ്സില്ല നിർത്താൻ. ഞാൻ ഡൽഹിയിൽ താമസിക്കുകയാണ്. ഇപ്പോഴല്ല, ഇപ്പം ഡൽഹിയിലാണ്. പണ്ട് ഞാൻ താമസിച്ചിരുന്നത് M56 എന്ന് പറയുന്ന ഒരു വീട്ടിലാണ്. M56 ചാക്കേത്തിലും. ഒരു ദിവസം ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു. M51 ഒരു വീടാണ്, 52, 53 വേറൊരു വീടാണ്, 54, 55 വേറൊരു വീട്, 56ാമത്തെ എൻ്റെ വീട്. അമ്പലത്തിൻ്റെ 3ാമത്തെ വീടാണ് എൻ്റെ വീട്, നേരെ ഓപ്പോസിറ്റിൽ. എൻ്റെ അടുക്കലോട്ട് വന്നു വെച്ച് ഒരാൾ പറഞ്ഞു, അയ്യോ നിങ്ങൾക്കിവിടെ വലിയ പോരാട്ടമായിരിക്കുമല്ലോ. ആർക്ക്? എനിക്കോ? അവിടുത്തെ പിശാചിൻ്റെ ഒക്കെ ചെന്ന് ചോദി, ആർക്കാ പോരാട്ടം? എനിക്ക് പോരാട്ടമില്ല. കാരണം എൻ്റെ വീട്ടിൽ ഞാനല്ല താമസിക്കുന്നത്. തീയുടെ അഭിഷേകം തരുന്ന യേശുക്രിസ്തു എൻ്റെ വീട്ടിലുള്ളതിനാൽ ഒരു പിശാചിനും എൻ്റെ വീട്ടിൽ വന്ന് കയറാനുള്ള തൻ്റെ ഇടം ഇല്ല. അവിടുത്തെ പിശാചിന് എൻ്റെ അപ്പുറത്തെ വീട്ടിൽ 57ാമത്തെ വീട്ടിൽ വിചാരിച്ച ഒരു വല്യപ്പച്ചനങ്ങ് ചത്തുപോയി. ചത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ വീട്ടുകാരെല്ലാം കൂടെ ഒരു സ്പെഷ്യൽ കുറി, ഇൻവിറ്റേഷൻ ഈ 52, 53 പിശാചിന് അയച്ചെന്ന് വിചാരിച്ചു. പിശാചെ, ഞങ്ങളുടെ വല്യപ്പച്ചൻ ചത്തുപോയി, നാളെ 10ാം അടിയന്തരമാണ്, അതുകൊണ്ട് പിശാചും കൊച്ചമ്മ പിശാചും മക്കൾ പിശാചും കൂടെ ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ 10ാം അടിയന്തരത്തിനൊന്ന് വരണം. നിങ്ങൾക്ക് 10ാം അടിയന്തരം എന്ന് പറഞ്ഞാൽ അറിയാമോ? നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളൊക്കെ നല്ല ക്രിസ്ത്യാനികളല്ലേ, നിങ്ങൾക്ക് ആർക്കും അറിയാതെ. ഇത് അങ്ങ് പന്ന മനുഷ്യർക്കേ അറിയത്തുള്ളൂ. 10ാം അടിയന്തരം നടത്തിയിരിക്കുന്ന ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. 40ാം അടിയന്തരം നടത്തിയ സുറിയാനി ക്രിസ്ത്യാനി ഇരിപ്പുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്നവർ പിണങ്ങരുത്. എന്തിനാ ഈ ലോകത്തിൽ കിടക്കുന്ന ചത്തുപോയവരുടെ ആത്മാവാണെന്നും പറഞ്ഞുകൊണ്ടുള്ള മുതുപിശാചുക്കളെയൊക്കെ 10ാം ദിവസവും 40ാം ദിവസവും വിളിച്ചു വരുത്തുന്നേ? അതുകൊണ്ടാണ് നിന്റെ മക്കൾ പിഴയാവുന്നേ, അതുകൊണ്ടാണ് നീ രോഗിയായിട്ട് നടക്കുന്നേ, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നേ. ഹല്ലേലൂയ. ആ പിശാചിനെ വിചാരിച്ചോ,
എൻ്റെ അപ്പുറത്തെ വീട്ടിൽ വല്യപ്പച്ചൻ ചത്തു കഴിഞ്ഞപ്പം പിശാചിനൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കിട്ടി. ബഹുമാനപ്പെട്ട വലിയ പിശാചും കൊച്ചമ്മയും പിള്ളേരും കൂടെ ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ 10-ാം അടിയന്തരത്തിന് കുടുംബസമേതം നേരത്തെ മുൻകൂട്ടി വന്ന് ചേരണമെന്ന് അഭ്യർത്ഥിക്കണം. അതൊക്കെ വല്യപ്പച്ചൻ അങ്ങോട്ട് എഴുന്നേറ്റ് ജുബായും ഒക്കെ ഇട്ട് കുറിയൊക്കെ കെട്ടി തലക്കെട്ടുമൊക്കെ കെട്ടി കൊച്ചമ്മയെടുക്കെ പറഞ്ഞെടി കൊച്ചമ്മ ഒരുങ്ങ. കൊച്ചമ്മയും പതുക്കെ കച്ചമുറിയൊക്കെ എടുത്ത് പുറകിലോട്ടൊക്കെ കൊടുത്ത് ഇറങ്ങ പോകാൻ തുടങ്ങിയപ്പോൾ 52-ാമത്തെ വീട്ടിൽ നിന്ന് 3-ാമത്തെ വീടാണ് എൻ്റെ വീട്. ഇതിലെ കുടിഞ്ഞ് കയറി വരാന്നേ ഉള്ളൂ. വലിയ അച്ചായം പിശാച് അപ്പുറത്തൂടെ പോവാ. അന്നേരം കൊച്ചു പിള്ളേരെല്ലാം കൂടെ അപ്പച്ച അതാ വീടാ, ആ 3-ാമത്തെ വീടാ. നമ്മളെന്തിനെങ്ങനെ പറയാൻ പാടില്ല. ആ 56-ാമത്തെ വീട്ടിൽ ഒരു അപകടകാരി താമസമുണ്ട്. അവൻ്റെ വീട്ടിൻ്റെ വാതിൽക്കൽ കൂടെ പോകാൻ എനിക്ക് പേടിയാണ്. നിങ്ങൾ വിചാരിച്ചേക്കാം PG വർഗീസേ നീ വലിയ ആളായിട്ടല്ലയോ? അല്ല, എൻ്റെ വീട്ടിൽ യേശു ഉള്ളത് കൊണ്ടാണ്. തീയുടെ അഭിഷേകം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എൻ്റെ വീട്ടിലുള്ളതാണ്. ഭാര്യയെ ചീത്ത പറഞ്ഞിട്ട്, അമ്മയെ ചീത്ത പറഞ്ഞിട്ട്, അമ്മായിയമ്മയെ ചീത്ത പറഞ്ഞിട്ട്, മക്കളെ ശപിച്ചിട്ട് തീയുടെ അഭിഷേകത്തെ വിളിച്ചാ വരത്തില്ല കേട്ടോ. മന്ത്രവാദിയെടുക്കെ പോയിട്ട് ചിലർക്ക് ദൈവത്തേക്കാൾ വലിയ വിശ്വാസം. ഒരു ചോദ്യം ചോദിച്ചാൽ സത്യം പറയണം. ഇന്ന് രാവിലെ മനോരമയ്ക്കകത്ത് ജാതക ഫലം വായിച്ചവരൊക്കെ ഒന്ന് വേണ്ട പൊക്കണ്ട, നിങ്ങൾ നാണിക്കും. വലിയ ജാതകം ഇവിടെ എഴുതിയിട്ടുണ്ട്. മനോരമക്കാരെഴുതുന്ന ജാതകമല്ല, കൗമുദിക്കാരെഴുതുന്ന, മാതൃഭൂമിക്കാരെഴുതുന്ന ജാതകമല്ല. എന്റെ സ്വർഗസ്ഥനായ ദൈവം പറഞ്ഞു, അവന്റെ രക്തം നിന്റെ സകല പാപത്തെയും ശുദ്ധീകരിച്ചിരിക്കുന്നു. ഒരു തീക്കഷണമായിട്ട് ജീവിക്കുക. ഒരു പിശാചിന്റെയും ബാധ നിന്റെ കൂടാരത്തോട് അടുക്കത്തില്ല. മുറുക്കാൻ തിന്നിട്ട്, കഞ്ചാവ് അടിച്ചിട്ട്, മന്ത്രവാദിയെടുക്ക പോയിട്ട് ഒരു തേങ്ങായും ഒരു കോഴി 1.25 രൂപയും 1 മുഴം പട്ടുതുണിയും. നിങ്ങൾ ചോദിക്കും, വർഗീസ് നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഞാനും കുറെ പോയതാ. ദൈവമില്ലാത്തവന് പോയേ ഒക്കത്തുള്ളൂ. തീയുടെ അഭിഷേകമുണ്ടെങ്കിൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഏലിയാവിന്റെ അഭിഷേകവുമായിട്ട് ജീവിച്ചാൽ ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കത്തില്ല. നീ ഒരു വിജയമായിരിക്കും. അതുകൊണ്ട് അഭിഷേകവുമായിട്ട് ജീവിക്കുക. മന്ത്രവാദിയുടെ പ്രവചനത്തിലല്ല, പത്രത്തിനകത്തെ ജന്മഫലത്തിലല്ല, എൻ്റെ വേദപുസ്തകത്തിൽ വിശ്വസിക്കുക. അതുകൊണ്ട് തീനാളമായി ജീവിക്കുക. തീ വീഴണം, ദൈവം തീ ഇറക്കി തരണം. ഒരു വാർഫെയർ ആയിട്ട് ജീവിക്കുക. യേശു ക്രിസ്തു പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ, നീ പത്രോസാകുന്നു ഈ പാറമേൽ. പലരും ഈ വാക്യം തെറ്റായിട്ടാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അവർ പറയുന്നതാണ്. എങ്ങനെ പറയുന്നറിയാം? പ്രൊട്ടസ്റ്റന്റുകാർ, ചില പെന്തിക്കോസുകാർ, മർത്തോമക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെങ്ങനെ പറയുന്നറിയാം? പത്രോസേ നീ പാറയാകുന്നു. യേശു അങ്ങനെ പറഞ്ഞില്ല. യേശു പറഞ്ഞത്, പത്രോസേ നീ കൊച്ചൊരു പാറക്കല്ലാകുന്നു. എന്നാൽ ഈ കല്ലിൽ, ഏത് കല്ലിൽ? ഞാൻ ദൈവപുത്രനാണെന്ന് നീ പറഞ്ഞ വിശ്വാസത്തിന്റെ ഈ വലിയ പാറയും ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എത്ര വലിയ മന്ത്രവാദി വന്നാലും പേടിക്കണ്ടെന്നാ പറയും. ഞാനൊരിക്കൽ കട്ടറായി ചെന്നു. ഞാനിങ്ങനെ ഇന്ന് രാവിലെ പല്ല് തേക്കുക. എല്ലാ ദിവസവും രാവിലെ പല്ല് തേക്കും. നല്ലതാണ് കേട്ടോ പല്ല് തേക്കുന്നത്. എല്ലാവരും പല്ല് തേക്കണം. പല്ല് തേക്കണം. ഞാൻ രാവിലെ പല്ല് തേച്ചുകൊണ്ടിരിക്കുക. അന്നേരം അതിലെ കൂടെ കട്ടറ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ക്ഷേത്രമാണ്. അവിടുത്തെ പൂജാരി അതുവഴി പോവാ. അയാൾ എന്നെ ഒന്ന് നോക്കി. അപ്പം എനിക്ക് ആളറിയത്തില്ല, അതുകൊണ്ട് ഞാൻ സലാമൊന്നും പറഞ്ഞില്ല. ആളിങ്ങനെ താറുമൊക്കെ ഉടുത്ത അതിലെ കൂടി ഇങ്ങനെ പൊട്ടുമൊക്കെ തൊട്ട ഇങ്ങനെ പോവാണ്. ഓം 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 ക്രീം ഐസ്ക്രീം ഫേസ് ക്രീം നമ്മളോടൊക്കെ പോവാണ്. അപ്പോൾ എന്നെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ? പുതിയതായിട്ട് വന്ന ആളാന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരാഴ്ചയായാലും വന്നു. ഞാൻ ആരാന്നറിയാം? ഞാൻ പറഞ്ഞു, അറിയത്തില്ല. എനിക്കപ്പുറം ഞാൻ ഈ അമ്പലത്തിലെ വലിയ പൂജാരിയാ. ഓ, കണ്ടത് സന്തോഷം. പറഞ്ഞു, ഞാൻ വലിയ ശക്തിമാനാണ്, മനസ്സിലാക്കണം.
ഞാൻ പ്രാർത്ഥിച്ചിട്ട് ജപിച്ചിട്ട് ഒരു നുള്ളു മണ്ണെടുത്ത് 3 വിരൽ കൊണ്ട് ഒരു നുള്ളു മണ്ണെടുത്ത് പ്രാർത്ഥിച്ച് ഓം ക്രീം ഐസ്ക്രീം ഫേസ് ക്രീം എന്നുകൊണ്ട് നിന്റെ പുറത്തോട്ടിട്ടാൽ നിനക്ക് തലവേദന വന്ന് തല പൊട്ടിച്ചാവും. ഞാനിവിടെ നിൽക്കുമായിരുന്നു. ഭിത്തിയിലോട്ട് ചാരിയെന്നോട് പറഞ്ഞു, ഞാൻ നിൽക്കുന്ന മണ്ണൊന്നിട്ടേ കാണട്ടെ. അയാൾ പറഞ്ഞു, ഇപ്പം സമയമില്ല, പിന്നെ സമയമുള്ളപ്പോൾ വരാം. 34 വർഷമായി ഇതുവരെ അയാൾ വന്നിട്ടില്ല. ഞാൻ റോഡിൽ നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും അയാൾ എന്നെ കണ്ടാൽ അയാൾ മുഖം ഇങ്ങോട്ടാക്കി ഇങ്ങനെ അങ്ങ് പോയി എന്നെ നോക്കാതെ. എന്താ കാര്യം? എന്നിൽ തീയുടെ അഭിഷേകമുള്ളതുകൊണ്ടാണ്. ഞാൻ വലിയവനായിട്ടല്ല, എനിക്ക് ഓർഡിനേഷൻ കിട്ടിയത് കൊണ്ടല്ല, എൻ്റെ കക്ഷത്തിൽ വേദപുസ്തകം ഉള്ളത് കൊണ്ടല്ല, എൻ്റെ കഴുത്തിൽ കുരിശുള്ളത് കൊണ്ടല്ല. തീയുടെ അഭിഷേകം. വിശ്വാസി സഹോദരി, തീയുടെ അഭിഷേകവുമായിട്ട് നിനക്ക് ജീവിക്കുവാൻ കഴിയും. സാധാരണക്കാരായി ജീവിക്കരുത്. ചിലരുടെ ഒക്കെ പറയും, ഐ ആം ഹെൽപ്ലെസ്. നോ, യു ആർ നോട്ട് ഹെൽപ്ലെസ്. യു ഹാവ് ദ ഹോളി സ്പിരിറ്റ്. യു ആർ നോട്ട് ഹെൽപ്ലെസ്. യു ഹാവ് ദ ഹോളി സ്പിരിറ്റ്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. നീ പത്രോസാകുന്നു, ഈ പാറമേൽ, വിശ്വാസത്തിന്റെ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. പാതാള ഗോപുരങ്ങൾ, ഒരു മന്ത്രവാദിയുടെയും തന്ത്രങ്ങൾ അതിൻ്റെ മേൽ ജയം പ്രാപിക്കത്തില്ല. കെട്ടിടമല്ല സഭ, ടൈറ്റിലല്ല നിന്റെ അഭിഷേകം, സംഘടനയല്ല നിന്റെ ഐഡന്റിഫിക്കേഷൻ. എന്നാൽ യേശു പറഞ്ഞു, 2-3 പേർ കൂടി വരുന്നിടത്ത് ഞാൻ വരും. പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ തീ വരുത്താം. പ്രാർത്ഥിക്കുക, തീനാളം വീഴട്ടെ. 5-ാമത്തെ പോയിന്റ്, എന്തിനാണ് അഭിഷേകത്തിൻ്റെ തീയുടെ അഭിഷേകം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? വാട്ട് ഈസ് ദ പർപ്പസ്? വേദപുസ്തകത്തിലേക്ക് നമുക്ക് നോക്കാം. അബ്രഹാം 318 പേർ വീട്ടുവേലക്കാരുമായി, ആട്ടിടയന്മാരുമായി, കഞ്ഞി വെക്കുന്നവരുമായിട്ട് യുദ്ധത്തിന് പോയി. ഞാൻ പലപ്പോഴും വായിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവരാരും പട്ടാളക്കാരല്ല, ഇവരെല്ലാം ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാർക്ക് ചില ഗുസ്തിയും അടിക്കാനും ഒക്കെ അറിയാം, അത് ശരിയാ. എങ്കിലും അവരാരും വാളെടുത്ത് പരിചയമുള്ളവരല്ല. 318 പേരുമായിട്ട്, അടുക്കള വേല ചെയ്യുന്നവരുമായിട്ട്, പുരയിടത്തിൽ ജോലി ചെയ്യുന്നവരുമായിട്ട്, കുന്താലി എടുത്ത് കളിക്കുന്നവരുമായിട്ട്, ആടിനെ നോക്കുന്നവരുമായിട്ട്, 5 രാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയി. ആര് ജയിച്ചു? പ്രൈസ് ദി ലോർഡ്. തീയുടെ അഭിഷേകമുള്ള അബ്രഹാം ജയിച്ചു. നിന്റെ ശത്രു എത്ര വലുതായിരുന്നാലും, നിന്റെ ശത്രുവിന്റെ എണ്ണം എത്ര വലുതായിരുന്നാലും, തീയുടെ അഭിഷേകം നിനക്കുണ്ടായെങ്കിൽ നീ ജയിക്കും. നീ ജയിക്കും. ഭൂരിപക്ഷത്തെ മൈനോറിറ്റി ജയിക്കും. ഭൂരിപക്ഷത്തെ മെജോറിറ്റിയെ മൈനോറിറ്റി തീയുടെ അഭിഷേകത്താൽ ജയിക്കും. ശദ്രക്, മേശക്, അബേദ്നെഗോയോട് ചോദിക്കാം. അവര് തീയിൽ കടന്നു. അവരെ പിടിച്ച പട്ടാളക്കാർ വന്ന് കാലും കൈയും കൂടെ കെട്ടി ആട്ടി 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 എറിഞ്ഞു. ആര് ജയിച്ചു? പട്ടാളക്കാർ ജയിച്ചോ? ഇല്ല. രാജാവ് ജയിച്ചോ? ഇല്ല. തീ ജയിച്ചോ? ഇല്ല. ആരിലായിരുന്നോ തീയുടെ അഭിഷേകം ഉണ്ടായിരുന്നത് അവർ ജയിച്ചു. രാജാവല്ല ജയിക്കുന്നത്, സർക്കാരല്ല ജയിക്കുന്നത്, ക്രിസ്തു വിരോധികളല്ല ജയിക്കുന്നത്, പോലീസുകാരല്ല ജയിക്കുന്നത്. തീയുടെ അഭിഷേകമുള്ള 3 സാധാരണക്കാരായ അടിമ ബാലന്മാർ തീയുടെ അഭിഷേകവുമായിട്ട് ജീവിക്കുക. പത്രോസ് ജയിലിലാണ്. അവൻ ജയിലിൽ കിടക്കുമ്പോൾ അവൻ്റെ കാലയിലൊക്കെ ആമമിട്ടിരിക്കുകയാണ്. കയ്യ് ഞാൻ കണ്ടു, ആ ജയിലിൽ ഞാൻ കണ്ടു. പത്രോസിനെ ഇട്ടിരുന്ന, യേശുവിനെ ഇട്ടിരുന്ന ജയിലിൽ കണ്ടു. അവരുടെ കൈകൾ പാറമേൽ ബന്ധിച്ചിരിക്കുകയാണ്, ഭിത്തിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവരുടെ കാലുകൾ ഭിത്തിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ അകത്ത് കിടന്നുകൊണ്ട് അവരുടെ 4 വശത്തും 8 പട്ടാളക്കാർ കിടക്കുകയാണ്. ആ സമയത്ത് അതിനകത്ത് കിടന്നുകൊണ്ട് പരാജയം സമ്മതിച്ചു കൊടുക്കുവാൻ വിസമ്മതിച്ചുകൊണ്ട് പത്രോസ് കൈകൾ അനക്കി ഹല്ലേലൂയ പാടി തീ ഇറങ്ങി വന്നു. 3 വാതിലുകൾ തുറന്നു, ഇരുമ്പ് വാതിലുകൾ തുറന്നു. എന്ത് നടന്നെന്നറിയാമോ? അവിടെ അന്ന് രാത്രി സ്നാനം നടന്നു. ഹല്ലേലൂയ. തീയുടെ അഭിഷേകം. ജയിൽ പ്രധാനി അവരുടെ മുമ്പാകെ മുട്ടുകുത്തി. വാതിലുകൾ തുറന്നു. ജയിൽ പ്രധാനി മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ ജയിൽ പ്രധാനി സ്നാനപ്പെട്ടു. അവനെ ആളുകൾ സ്നാനപ്പെടുത്തി. ആര് ജയിച്ചു? തീയുടെ അഭിഷേകം. ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു.
അവളും ഭർത്താവും അവളുടെ ജ്യേഷ്ഠത്തിയുമായിട്ട് എല്ലാ വർഷത്തിലും അനിയത്തിയുമായിട്ട് എല്ലാ വർഷത്തിലും ദേവാലയത്തിൽ പോയി. അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലെത്തിയ അവളുടെ വയറ്റിനകത്തൊരു കുഞ്ഞിനെ കൊടുത്തു. അവൾക്കൊരു കുഞ്ഞിനെ ജനിച്ചു. ആര്? ശമൂവേൽ. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, സാധാരണക്കാരായ മക്കളെ ചോദിച്ചു വാങ്ങിക്കരുത്. തീയുടെ അഭിഷേകത്താൽ ഒരു ശമൂവേലിനെ ചോദിക്കണം. തീയുടെ അഭിഷേകത്താൽ ഒരു യോഹന്നാനെ ചോദിക്കണം. കർത്താവേ, എന്റെ കുഞ്ഞ് ഒരു ഹന്നായി മാറുക, അമ്മേ ഒരു ഹന്നായി മാറുക. ശമൂവേൽ എന്ത് ചെയ്യുന്നറിയാമോ? രാജാക്കന്മാരെ വാഴിച്ചു. ശമൂവേൽ എന്ത് ചെയ്യുന്നറിയാമോ? പ്രവാചകന്മാരെ വാഴിച്ചു. അതുകൊണ്ട് അമ്മമാരെ, തീയുടെ അഭിഷേകത്താൽ ശമൂവേലിനെ പ്രാപിക്കുക. പൗലോസ് ആരാണ്? 5 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ, തലയിൽ ഒരു മുടിയില്ലാത്ത കഷണ്ടിയുള്ള മനുഷ്യൻ. എനിക്ക് 5-6 മുടിയെങ്കിലും ഉണ്ട്. പൗലോസിന് അതുപോലും ഇല്ലായിരുന്നു. അവന്റെ കാല് വളഞ്ഞവൻ, നേരെ നിൽക്കാനൊക്കാതെ കാല് വളഞ്ഞവൻ, അവൻ അടികൊണ്ടവൻ, ജയിലിൽ കിടന്നവൻ, ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവൻ. ആര് ജയിച്ചു? ഒടുവിൽ അവന് ശിരച്ഛേദമുണ്ടായി. പക്ഷെ ആര് ജയിച്ചു? മനുഷ്യർ നോക്കുമ്പോൾ പറയാം പൗലോസ് ഒരു പരാജയമായിരുന്നു. എന്നാൽ പൗലോസ് മരിച്ചു കഴിഞ്ഞപ്പോൾ കുടിലുകളിൽ സഭയുണ്ടായി, കൊട്ടാരത്തിൽ സഭയുണ്ടായി, അവൻ പോയിടത്തൊക്കെ സഭയുണ്ടായി. തീയുടെ അഭിഷേകം ലോകം കാണുന്നതല്ല. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പത്രോസ്, മുക്കുവനായ പത്രോസ്, പഠിത്തമില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പത്രോസിന് പഠിത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ലേഖനം എഴുതി വെച്ചത്. അവൻ മുക്കുവനായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലല്ല, അവിടെ ജാതിയില്ലാത്ത നാടാണ്. എങ്കിലും സമൂഹത്തിൽ വലിയ മാന്യതയില്ലാത്ത സാധാരണക്കാരനായ ഒരു പത്രോസ് ദൈവത്തോടു കൂടെ നടന്നു, യേശുവിനോട് കൂടെ നടന്നു. തീയുടെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നടന്നു പോയപ്പോൾ വഴിയരികിൽ രോഗികളെ കൊണ്ടിട്ടു. കാരണം അവന്റെ ശരീരത്ത് വീഴുന്ന ആ സൂര്യന്റെ പ്രകാശം നിഴലായി ആരുടെയെങ്കിലും പുറത്ത് വീണാൽ അവർ സൗഖ്യമാകുമായിരുന്നു. എങ്ങനെ? തീയുടെ അഭിഷേകത്താൽ. വിശ്വാസി, നിനക്കിത് സാധ്യമാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നിന്റെ പ്രാർത്ഥന എന്താണ്? എന്ത് വേണം? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? 5 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂലക്കല്ലായി തീരുക, മൂലക്കല്ലായി പണിയപ്പെടണം. 1, എങ്ങനെ പണിയണം? ക്രിസ്തുവിൽ പണിയണം. 2, എന്തിന് പണിയണം? അവൻ നിന്നെ നീതീകരിച്ചിരിക്കുന്നത് വളർത്തിയെടുക്കുവാൻ. ഇനി നീ വളരണം. 3, എപ്രകാരം പണിയണം? ദൈവം തന്ന മാതൃക പ്രകാരം പണിയണം. 4, അഴിഞ്ഞു പോകാത്ത പണി ചെയ്തു തീർക്കണം. ഏത് ബലത്താൽ ചെയ്യണം? 4, അഭിഷേകത്തിന്റെ ബലത്താൽ. യെശയ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാമത്തെ വാക്യം, പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വേദപുസ്തകം നോക്കാം. ഇച്ചിരി വ്യത്യാസമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് പുഷ്ടി നിമിത്തം. എന്തോത്തിന്റെ പുഷ്ടി? നിന്റെ അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം ശത്രുവിന്റെ മുഖം തകർന്നു പോകും. ശത്രുവിന്റെ മുഖം തകരണമെങ്കിൽ, മന്ത്രവാദത്തിന്റെ മുഖം തകരണമെങ്കിൽ, കൂടോത്രത്തിന്റെ മുഖം തകരണമെങ്കിൽ, പരാജയത്തിന്റെ മുഖം തകരണമെങ്കിൽ, കടഭാരത്തിന്റെ മുഖം തകരണമെങ്കിൽ, ക്യാൻസറിന്റെ മുഖം തകരണമെങ്കിൽ അഭിഷേകത്തിന്റെ പുഷ്ടി വരണം. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നിന്റെ മുഖം തകരും. അതിനെന്ത് ചെയ്യണം? കാച്ച് ദ ഫയർ, തീയെ പ്രാപിക്കണം. 5, ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഇതിന്റെ പർപ്പസ്? ഒരു കൊടുങ്കാറ്റായി മാറുക, ഒരു തീനാളമായി വീശിയടിക്കുക, അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു തീനാളമായി മാറുക. PG വർഗീസ് വരണ്ട എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പാസ്റ്റർ നിങ്ങളുടെ വീട്ടിൽ വരണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു തീനാളമായി നിനക്ക് മാറുവാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? രോഗശാന്തിക്കല്ല. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഒരു കുഞ്ഞിനെ ലഭിക്കാനല്ല. എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? കടഭാരത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാനല്ല. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ഒരു തീനാളമായി മാറുവാൻ. സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങളുടെ ചരിത്രത്തെ മാറ്റി എഴുതട്ടെ. ഇന്നൊരു പുതിയ ആരംഭമായി തീരട്ടെ. ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ മടങ്ങിപ്പോകുന്നത് തീക്കഷണങ്ങളായി, ചുറ്റിയടിക്കുന്ന തീനാളങ്ങളായി നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.